സന്നിധിയിൽ പറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടവനുമില്ല. നമ്മൾ കർത്താവിനെ വിളിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥനയിലൊക്കെ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് തന്റെ ശരീരത്തിൽ വിളിച്ചതുകൊണ്ട് കർത്താവ് ഞാൻ ആരോഗ്യത്തോടെ സമൃദ്ധി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിലാണ് ഇടയായിരിക്കുന്നത്. ഭൂലോകത്തിന്റെ പോയി സകല അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവം രോഗികളെ എന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്താണ് എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിലാണ്. പക്ഷെ ബൈബിളിൽ ഒരു പ്രത്യേകത പറഞ്ഞവരെല്ലാം ചിതറിക്കിടക്കുകയാണ്. ഒരു വചനത്തിന്റെ ഇണയെ നമ്മൾ നോക്കിയാൽ അത് മറ്റൊരു ഭാഗത്തായിരിക്കും കിടക്കുന്നത്. പക്ഷെ നമ്മൾ മാനുഷിക ബുദ്ധിയിൽ അത് അന്വേഷിച്ച് തുടങ്ങിയാൽ അത് കണ്ടെത്തിയാൽ നമ്മളെ സകലത്തിലും വിശ്വാസമാകട്ടെ. ഓരോ ദിവസവും സൂം പ്രയറിൽ പോയി വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ നടുവിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ കേട്ട വചനം യൂട്യൂബിൽ കേട്ട ആരെങ്കിലും ഓർമ്മ? സാമ്പത്തിക നന്മ എന്നൊക്കെ പറയുന്നത് ദൈവം സമ്പത്ത് തരുമെന്ന് പറയുന്നതും ദൈവം സൗഖ്യം തരുമെന്ന് പറയുന്നതും ദൈവം അനുഗ്രഹം തരുമെന്ന് പറയുന്നതും അനുഗ്രഹത്തിലാണോ ഈ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കഞ്ഞി കുടിക്കാതെയും നമ്മുടെ സാമ്പത്തിക തകർച്ചയിലൂടെ ദൈവിക സമാധാനം ഇല്ലാതെയും നമ്മൾ കടഭാരം കയറി ആധാനത്തെ പറ്റി നമ്മുടെ നടന്നിട്ട് യേശുവിൽ ഞാൻ വിശ്വസിക്കുന്ന ജാതികളായിട്ടുള്ള വിശ്വസിക്കാത്ത മറ്റവരെ എല്ലാം ജാതികൾ ഉണ്ടാക്കി അവര് പറയുക കർത്താവിന്റെ പുറകെ പോയിട്ട് സമാധാനത്തിന്റെ ലോകം തരുന്ന പോലെയല്ല ദൈവം സന്തോഷിക്കും. ദൈവം തരുന്ന സമാധാനവും ലോകം തരുന്ന സമാധാനമുണ്ട്. ലോകത്തിലെ കർത്താവിന്റെ ഏറ്റവും വലിയ കർത്താവാണ് ഏറ്റവും വലിയ. കർത്താവിലുള്ള ഏത് സമയത്തുമാണ് അതിൽ നാം അനുഭവിക്കുമ്പോഴാണ് സമാധാനം മാറിപ്പോകുന്നത്. പണമില്ലാത്തതിലൂടെ സമാധാനം നഷ്ടപ്പെടും. ഒരു രോഗം മാറുമ്പോൾ അല്ലെങ്കിൽ രോഗമില്ലാതെ വചനത്തിലൂടെ നമുക്ക് സമാധാനം രോഗം ആഗ്രഹമുണ്ട് സാമ്പത്തിക അനുഗ്രഹങ്ങൾ അനുഭവിക്കണം അവർ മാത്രം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് സമാധാനം നഷ്ടപ്പെടുമ്പോൾ കർത്താവിന്റെ സമാധാനം എന്നേക്കും നമ്മളിൽ നിലനിൽക്കും. ആമേൻ. ഇത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി എടുത്ത സമാധാനമുണ്ട്. ഇത് നീങ്ങി പോകത്തില്ല. ഈ സമാധാനം ജീവിതത്തിന്റെ ആഴത്തിൽ ഒരു കാലഘട്ടത്തിലും ഞാൻ പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിന്റെ അവസ്ഥയിലൂടെ വല്ലാത്ത ഞെരുക്കത്തിന്റെ പ്രവൃത്തികളാൽ കാലഘട്ടത്തെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. പക്ഷെ അന്ന് എനിക്ക് കാര്യന്റെ മനസ്സിലേക്ക് ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. വചനം നമ്മുടെ ഹൃദയത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഈ വചനം നമ്മളെ സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയത്ത് കർത്താവിന്റെ വചനങ്ങൾ നമ്മൾ ബലപ്പെട്ടു വരികയല്ലേ. ദൈവം ഓരോ ദിവസവും നമ്മൾ രണ്ട് ആവർത്തന പുസ്തകത്തിലെ ചില വാചകങ്ങൾ എന്റെ വാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കും. നന്മകളെയും കൂടെ നീ വാരി കൊടുക്കും. നന്മയും വചനം കേൾക്കണം പറയും. നന്മയും കരുണയും തൊടുവാനിടയായി തുടരും. ഐശ്വര്യവും ചൈതന്യമുള്ളതാവും ഇനി വായ്ത്തലയുള്ള ഏത് വളരെക്കാൾ ഇതിന് മൂർച്ചയുണ്ട്. ആ വചനമായി തീരും. നീ ലജ്ജിച്ചു പോകത്തില്ല. കുറേ വചനങ്ങൾ എന്റെ ഹൃദയത്തിലോട്ട് കയറിപ്പോണ്. ഈ വചനം അകത്ത് കയറി വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വചനം നമ്മളെ നിയന്ത്രിക്കുവാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ വചനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റ് ഞാൻ ആ വാക്യം. പക്ഷെ നമ്മൾ പലപ്പോഴും വചനത്തെ എതിർക്കുന്നവരാ. എങ്ങനെയാ വചനത്തെ എതിർക്കുന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എങ്ങനെ അതിനിന്ന് നിർത്തണം ആ പരിപാടി. ഒരു വാക്യം ഞാൻ ആദ്യം തന്നെ ഒന്ന് വായിക്കാം. ഇന്ന് ഉറപ്പായിട്ടും പറഞ്ഞു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തുറക്കും. ലോട്ടറി ടിക്കറ്റ് പോക്കറ്റ് ഇട്ട് നടന്നിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കുന്നതല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ സമ്പത്ത് തുറക്കാൻ പോവാം. ദൈവത്തിന്റെ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാം. ആമേൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും എന്ന് ബൈബിൾ പറയുന്നു. തിരുവചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഭക്തിയോടെ ആരാധിക്കും എന്ന് വചനം പറയുന്നു. അപ്പോൾ ദൈവവചനം നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും. ദൈവവചനത്തിൻ്റെ അകത്ത് ചില പ്രത്യേകതകൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾ ഈ പഴയ നിയമമൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ചില മർമ്മങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, ദൈവവചനത്തിൻ്റെ ഒരു വ്യക്തി ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന സമയത്തൊക്കെയും
ആ വചനത്തിൻ്റെ അകത്ത് പലയിടങ്ങളിലും കാണാൻ പറ്റും. പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ഓരോ മനുഷ്യൻ്റെയും പ്രാർത്ഥനയ്ക്കകത്ത് അവൻ ദൈവത്തിൻ്റെ ഒരു കരുണയ്ക്കും വേണ്ടിയും ഒരു അഭയയാചന കഴിക്കുന്ന വാക്കുകൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നിലവിളിക്കുന്നതായിട്ടും അവൻ കരയുന്നതായിട്ടും അവൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുമ്പിൽ ഇങ്ങനെ ഓരോ രീതിയിൽ അവൻ കഷ്ടപ്പെടുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഞാനോ ദൈവമേ അങ്ങയോട് നിലവിളിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്തൊക്കെയും നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ വ്യത്യസ്തമായൊരു വചനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിൽ ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. നിങ്ങൾ ഈ പഴയ നിയമം വായിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. അവിടെ ഒരിക്കലും ഒരു സ്ഥലത്തും ഒരാൾക്ക് പോലും പഴയ നിയമത്തിൽ മഹാപുരോഹിതന് മാത്രം, പഴയ നിയമം നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മഹാപുരോഹിതന് മാത്രം ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധ മന്ദിരത്തിൽ. ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ നേരെ നിങ്കലുള്ള ഭക്തിയോടെ നിന്നെ ആരാധിക്കാൻ. അപ്പൊ കൃപയുടെ ബഹുത്വത്താൽ ഒരിക്കലും ഒരു മനുഷ്യനും പഴയ നിയമത്തിൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. കൃപയെന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത ഒരു നന്മ. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, അൺമെറിറ്റബിൾ ഫേവർ എന്നൊക്കെ പറയും. പഴയ നിയമത്തിൽ ആലയത്തിൽ പോകുന്ന ഒരു വ്യക്തിക്കും കരുണയല്ല കിട്ടിയിരുന്നത്. നിങ്ങൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് തന്നെ യാഗം നടത്തി അവരുടെ പാപമെല്ലാം ഒരു ആടിൻ്റെ മേൽ സമർപ്പിച്ച് അതിനെ അറുത്ത് അതിൻ്റെ പാപരക്തം, പാപമോചനം, അങ്ങനെ കുറേ കാര്യങ്ങൾ, അനനയാഗം, ഹോമയാഗം, അങ്ങനെ കുറേ യാഗങ്ങൾക്ക് ശേഷം അവർ ദൈവസന്നിധിയിൽ പോയി നിൽക്കുമ്പോഴാണ് ആലയത്തിൻ്റെ പ്രാകാരത്തിൽ പോലും നിൽക്കാൻ അവർക്ക് പറ്റത്തുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഒരു പഴയ നിയമ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ ചെല്ലണമെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടെ യാഗങ്ങൾ നടത്തി, ഹനനയാഗമോ ഹോമയാഗമോ, അങ്ങനെ കുറേ യാഗങ്ങളുണ്ട്. 5 യാഗങ്ങളെ പറ്റി പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം നിങ്ങൾ ഇൻവോൾവായി. അതിനകത്ത് പല കാറ്റഗറി ഉണ്ട്. ദരിദ്രന്മാർക്ക് വേറെ കാറ്റഗറി ഉണ്ട്. അങ്ങനെ കുറേ യാഗങ്ങൾ നടത്തിയതിന് ശേഷമേ ഉള്ളൂ ഒരു മനുഷ്യന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയിൽ ആലയത്തിൽ ചെല്ലുവാൻ കഴിയത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ആ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് നിന്നെ എന്ത് ചെയ്യും? ആരാധിക്കും. അപ്പോൾ ഒരു പുതിയ നിയമ വിശ്വാസിക്കല്ലാതെ പഴയ നിയമ ഭക്തൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിൽ ചെല്ലുമെന്ന്. അതായത് പഴയ നിയമത്തിൽ യാഗങ്ങൾ നടത്തി കർത്താവിൻ്റെ സന്നിധിയിൽ, ഞാൻ ഒറ്റ വാക്കിൽ നമുക്ക് പറയുന്ന പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവം എന്തെല്ലാം ഡിമാൻഡ് വെച്ചിട്ടുണ്ടോ അതെല്ലാം ചെയ്ത് 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 അത് മുഴുവൻ കംപ്ലീറ്റ് ആക്കി, അല്ലെങ്കിൽ അത് പകുതിയെങ്കിലും കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ അവന് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അതാണ് പാപത്തിൻ്റെ ശക്തി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു മനോഹരമായൊരു വാക്യമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് കർത്താവായ യേശു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആമേൻ. ഇവിടെ പറയുകയാണ് നാം നിൽക്കുന്ന കൃപ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിൽ ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കും. പഴയ നിയമത്തിൽ ഓരോ മനുഷ്യൻ്റെ ആഗ്രഹമാണത്. എന്നാൽ ആത്മാവിലൊരു വിളിച്ചു പറയുകയാണ്, കർത്താവേ നിന്റെ കൃപയുടെ മഹത്വം. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്നറിയോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊക്കെ പലപ്പോഴും പറയാറില്ല, കർത്താവേ എൻ്റെ ദൈവമേ എനിക്ക് ആ അനുഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, എൻ്റെ കർത്താവേ എൻ്റെ ആ സ്ഥിതിയൊക്കെ ഒന്ന് മാറണം. നിങ്ങളൊരു പഴയ നിയമത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരനുഗ്രഹം കിട്ടണമെങ്കിൽ എന്തോരം കടമകളിലൂടെ കിടക്കണമെന്നറിയോ? കാര്യം മനുഷ്യൻ പാപിയാണ്. അവ യാഗമർപ്പിക്കണം, കൽപ്പനകൾ അനുസരിക്കണം, ഒത്തിരി 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 കടമകൾ കടന്നതിന് ശേഷമേ ഉള്ളൂ അവൻ ദൈവസന്നിധിയിൽ പോയി അവൻ ആ പ്രാർത്ഥന കഴിക്കുവാൻ കഴിയുന്നത്. എന്നാൽ പുതിയ നിയമ വിശ്വാസികളെ നമുക്ക് വേഗത്തിൽ ചെന്ന് പറയാൻ പറ്റും, കർത്താവേ എനിക്കൊരു അത്ഭുതം ആവശ്യമാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്. ദൈവം അത് ചെയ്തു തരും, കൃപയാൽ അത് ചെയ്തു തരും. കൃപയാൽ ദൈവം നമുക്കത് ചെയ്തു തരും. ഇപ്പം നമുക്കിത് പറയാൻ കഴിയും, കൃപയുടെ ബഹുത്വത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇത് പറഞ്ഞ സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരാൾക്കും കൃപയുടെ മഹത്വവും കിട്ടിയിട്ടില്ല. കാര്യം ഒരു ആലയത്തിലേക്ക് പഴയ നിയമത്തിൽ ഒരു ഭക്തൻ പോകുന്നത്
ഒരിക്കലും കൃപയുടെ ബഹുത്വത്താലല്ല, അവൻ കഴിക്കുന്ന യാഗത്തിൽ നിന്നുകൊണ്ട്. എങ്കിലും പേടിയാ. ഇനി താഴേക്ക് വരുമ്പോൾ അടുത്ത വാക്യത്തിൽ പറയുന്ന ചില വാക്യങ്ങളുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. എന്നെ ശ്രദ്ധിച്ചോണം, കൃപയുടെ ബഹുത്വം ലഭിച്ച വ്യക്തികളെ പറ്റി പറയുകയാണ്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവൻ നിന്നിൽ ഉല്ലസിക്കും. യഹോവ നീതിമാനെ അനുഗ്രഹിക്കും. പരിച എന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും എന്ന് ബൈബിൾ പറയുന്നു. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ വാക്യം പറയുകയാണ് അതിൻ്റെ 11-ാം വാക്യത്തിൽ. ഒന്ന്, കൃപയാൽ നിന്റെ ആലയത്തിൽ പോകും. കൃപയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ നിങ്ങൾ വായിക്കണം വല്ലപ്പോഴും ഒക്കെ. പഴയ നിയമം വായിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനും കർത്താവിൻ്റെ സന്നിധിയിൽ പോയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, പഴയ നിയമത്തിലെ മഹാപുരോഹിതന് പോലും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ കൃപാസനത്തിൽ ചെല്ലുവാൻ അനുവാദമുള്ളൂ. അത് മരയ്ക്കൊരു ചെങ്ങല കെട്ടി അകത്തോട്ട് കയറ്റിവിടും. ഇനി ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പാപമോ കുറവോ ഉണ്ടെങ്കിൽ അയാൾ അവിടെ തന്നെ എന്ത് ചെയ്യും? ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ മരിച്ചു വീഴും, പാപി ആയതുകൊണ്ട്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പോയിട്ട്, കർത്താവേ ഞാൻ പാപിയാണ്, എനിക്ക് ആ കുറവുണ്ട്, എനിക്ക് ഈ കുറവുണ്ട്, കർത്താവായ യേശുവേ എൻ്റെ പാപമൊക്കെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളൊക്കെ എന്നോട് നീക്കണമേ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ അവിടെ കേൾക്കാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യഹോവ നീതിമാനെ അനുഗ്രഹിക്കും. എൻ്റെ കൂടെ എന്ന് പറയാവോ? യഹോവ അനുഗ്രഹിക്കുന്നത് നീതിമാനെയാണ്, പാപിയല്ലെന്ന് പറ. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും കർത്താവ് ഈ പാപിയായ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കോ ഇല്ലയോ? പറ. ഇല്ല. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ പറയാ, കർത്താവ് എനിക്ക് ആ കുറവുണ്ട്, എനിക്ക് ഈ കുറവുണ്ട്, ഞാൻ പാപിയ കർത്താവേ. നമുക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചെന്നിരിക്കട്ടെ, അബദ്ധവശാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ കർത്താവ് യേശു എന്നോട് ക്ഷമിക്കണമെന്ന് ഏറ്റു പറയണം. എനിക്ക് ആ തെറ്റ് പറ്റിപ്പോയി കർത്താവ്, എനിക്ക് സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം. കർത്താവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. ഇത്രയേ ഉള്ളൂ. ആ നിമിഷം മുതൽ നിങ്ങൾ പിന്നെ പാപിയല്ല, നീതിമാനാണ്. ഇനി ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് അവിടെ എടുത്തു പറയുവാൻ കാരണമെന്നറിയാവോ? ഇനി മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇവിടെ പറയുകയാണ്, യഹോവ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് അവനെ മറയ്ക്കും. രണ്ടാമത്തതാണ് കൃപ. ആദ്യം കൃപ കേട്ടു, രണ്ടാമത് ദയ. ഇത് രണ്ടും ഏകദേശം അടുത്ത് നിൽക്കുന്ന വാക്കുകളാണ്. കൃപയെന്ന് പറഞ്ഞാൽ അൺമെറിറ്റബിൾ ഫേവർ, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അർഹിക്കാത്ത നന്മ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ യോഗ്യത വെച്ച് നോക്കിയാൽ, നിങ്ങളുടെ കഴിവ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഒരനുഗ്രഹം പ്രാപിക്കുവാൻ ഒരു യോഗ്യതയില്ല, അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഒരു യോഗ്യത എനിക്ക് അനുഗ്രഹം പ്രാപിക്കാനില്ല. പക്ഷേ കൃപയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ പോയിട്ട് പറയരുത്, കർത്താവേ എൻ്റെ കുറവുകളൊക്കെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ബലഹീനത ഒക്കെയും എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഈ കുറവാണ് എൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സമെന്ന് നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുക. കർത്താവ് തിരിച്ചു പറയും, നിന്റെ കുറവല്ല നീ നോക്കേണ്ടത്, കർത്താവ് യേശുവിൻ്റെ കൃപയാൽ രക്ഷപ്പെടുമെന്ന് പറയണം. ആമേൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ ഒരു മനുഷ്യന് പോലും പറയാൻ കഴിയാത്തൊരു വാക്കാണ് ഞാൻ കർത്താവിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ. 7-ാമത്തെ വാക്യമാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിൽ ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കുമെന്ന്. അതായത് ഒരു യാഗവുമില്ല, ഒരു കൽപ്പനയുമില്ല, കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ആരാധിക്കും. നമുക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. കാര്യം പഴയ നിയമത്തിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടാത്തത് കൊണ്ട്, പഴയ നിയമത്തിൽ കൃപയുടെ നാഥൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്തത് കൊണ്ട് അവർക്കൊരിക്കലും കൃപയാൽ എന്ന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ വാക്യങ്ങൾ പലതും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപയാലല്ല എന്നൊരു വാക്കോടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർക്കെല്ലാവരും സന്തോഷിക്കും. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ജീവിതം സന്തോഷമുള്ളതായിത്തീരും. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, കർത്താവിൽ എപ്പോഴും എനിക്ക് സന്തോഷം ഉണ്ടാവുന്നെന്ന് പറ.
കർത്താവിൽ എപ്പോഴും എനിക്ക് സന്തോഷമുണ്ട്. ആമേൻ. ഇത് നിങ്ങൾ പറയണം, നിങ്ങൾ എപ്പോഴും പറയണം, കർത്താവെ അങ്ങിൽ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് എപ്പോഴും ആനന്ദിച്ചാർക്കും. രണ്ട് കാര്യം മറക്കരുത്. കർത്താവിൽ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആശ്രയിക്കുന്നവൻ സന്തോഷിക്കും. അപ്പൊ ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ സന്തോഷമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ സന്തോഷമാണ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപ അവനിൽ പരിപാലിക്കുന്നത് കൊണ്ട് എപ്പോഴും ആനന്ദിച്ചാർക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മളാണ് പലപ്പോഴും പറഞ്ഞത് കയറ്റം ഉണ്ടെങ്കിൽ എന്തുണ്ട്, ഒരു കയറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്നാ പറയും? ഇറക്കമുണ്ട്. ആ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. നമ്മൾ വലിയ മോട്ടിവേഷൻ സ്പീക്കർമാരെ പോലെയൊക്കെ പറയും, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്. ബൈബിള് പറയുകയാണ്, കർത്താവിൽ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും, നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് എപ്പോഴും, ശ്രദ്ധിച്ചോണം, എപ്പോഴും, പലപ്പോഴും അല്ല, ചിലപ്പോ അല്ല, എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവൻ നിന്നിൽ ഉല്ലസിക്കും. അപ്പൊ ദൈവത്തിലുള്ളൊരു വ്യക്തി ഉല്ലസിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്ന യഹോവ നീതിമാനെ അനുഗ്രഹിക്കും. റോമാലേഖനം 5-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, ആരാണ് നമ്മളെപ്പറ്റി പറയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതായത് കർത്താവ് എന്നെ നീതീകരിച്ചു. എന്തിനു വേണ്ടിയെന്നറിയാവോ? നീതിമാനെ യഹോവ അനുഗ്രഹിക്കും. അപ്പം ഞാൻ പാപിയായിരുന്നാൽ യഹോവയ്ക്ക് എന്നെ അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. ഞാൻ നീതിമാനായെങ്കിലേ ഉള്ളൂ യഹോവയ്ക്ക് എന്നെ അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ പലപ്പോഴും പറയത്തില്ല, യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, ഒരു പുൽക്കൂട് കെട്ടും, നമ്മൾ അവിടെ പുൽക്കൂട് നമ്മൾ അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് ക്രിസ്മസിന് കേക്ക് മുറിക്കും. രണ്ടാമത് നമ്മൾ ദുഃഖവെള്ളി എന്ത് ചെയ്യും? ദുഃഖമായിട്ട് ആഘോഷിക്കും, ആചരിക്കും. നമ്മൾ ഈസ്റ്റർ എന്ത് ചെയ്യും? കർത്താവിൻ്റെ ഉയർപ്പായിട്ട് ആഘോഷിക്കും. നമ്മളുമായിട്ട് എന്നാ ബന്ധം? വർഷത്തിലൊരിക്കൽ എനിക്കൊരു അവധി കിട്ടും ക്രിസ്മസിന്, വർഷത്തിലൊരിക്കൽ എനിക്ക് ഈസ്റ്ററിന് ഒരു അവധി കിട്ടും, ദുഃഖവെള്ളി ഒരു അവധി കിട്ടും, ഇറച്ചിയും മീനും ഒക്കെ നമ്മൾ മേടിക്കും, അവിടെ കൊണ്ട് തീരും. പക്ഷേ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് തന്നെ എന്നെ നീതീകരിക്കാനാണ്. എന്തിനു വേണ്ടി എന്നറിയാവോ? നീതിമാനെയുള്ള യഹോവ അനുഗ്രഹിക്കത്തുള്ളൂ. പക്ഷെ യേശുവിലേക്ക് വന്നിട്ടും നമ്മൾ പലപ്പോഴും പറയുകയാണ്, കർത്താവെ ഈ പാപിയായ എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. കർത്താവ് പറയും, ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത ദിവസം പ്രാർത്ഥിക്കും, കർത്താവ് ഈ പാപിയായ എന്നോട് കരുണ തോന്നണേ. ഒടുവിൽ കർത്താവ് പറയും, പാപിയെ ഞാൻ അനുഗ്രഹിക്കത്തില്ല, ഞാൻ നീതിമാനെ അനുഗ്രഹിക്കും. അതിനെന്ത് ചെയ്യണം? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പം ഞാനിപ്പോൾ ആരാ? പാപിയാണോ നീതിമാനാണോ? നിങ്ങൾ പറ, ഞാൻ പാപിയാണോ നീതിമാനാണോ? ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങളിത് പറഞ്ഞു നോക്കി, ഞാൻ ഇതിന്റെ അനുഗ്രഹം എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞുതരാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ പറയണം, കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ നീതിമാനാണ്. കർത്താവായ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി ശുദ്ധീകരിച്ചു. ഞാനിപ്പോൾ നീതിമാനാണ്. നീതിമാനാണെങ്കിൽ വചനം അങ്ങനെ പറഞ്ഞ് നിങ്ങൾ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? ഈ വചനത്തിലെ അനുഗ്രഹം മൊത്തവും വരും. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാവും. കാര്യം നീതിമാന്റെ കുടുംബത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമുണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലേ. അടുത്ത പറയും, നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. അപ്പൊ ദൈവം ആരെയാ പരിപാലിക്കുന്നത്? ദൈവം ഒരിക്കലും പാപിയുടെ കൂടെ വന്ന് എന്ത് ചെയ്യത്തില്ല? താമസിക്കത്തില്ല. ദൈവവും പാപിയും തമ്മിൽ ചേരത്തില്ല. ദൈവവും നീതിമാനും തമ്മിലേ ചേരത്തുള്ളൂ. അപ്പൊ കർത്താവിന് മനസ്സിലായി, നിങ്ങൾ പാപിയായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് നിങ്ങളോട് വാസം ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് ഏദൻ തോട്ടത്തിൽ ദൈവം എല്ലാ ദിവസവും അവരുടെ കൂടെ നടക്കുമായിരുന്നു. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പം ദൈവം അവരെ പുറത്താക്കി ദൂതന്മാരെ കാവലാക്കി വെച്ചു. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ദൈവത്തിന് ഇനി പാപിയായ മനുഷ്യൻ്റെ കൂടെ വാസം ചെയ്യുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം നീതിമാനും വിശുദ്ധനുമാണ്. ഇങ്ങനെ കാലങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി, മനുഷ്യന് തന്നെത്താൻ നീതിമാനായി എൻ്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, സാക്ഷാൽ യേശു ഭൂമിയിലേക്ക് വരണം. കർത്താവ് ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ പറയുന്നു, എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു.
നമ്മളൊരു ക്രിസ്മസും ഈസ്റ്ററും ദുഃഖവെള്ളിയായിട്ട് അതിനെ ഒതുക്കുക. ബൈബിൾ പറയുന്നു, ഞാൻ യേശുവിൽ നീതിമാനാണ്. ബൈബിൾ പറഞ്ഞ യഹോവ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ടവനെ മറയ്ക്കും. ശ്രദ്ധിച്ചോണം, ദൈവം മറയ്ക്കും നമ്മളെ. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു പ്രശ്നവും വരാൻ ദൈവം സമ്മതിക്കത്തില്ല. ബൈബിൾ പറയുന്നു, ദൈവം ദയ കൊണ്ട് എന്നെ മറയ്ക്കും. ഈ ദയ എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒന്നൊറ്റ വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ദയ, എന്താ ദയ എന്നുള്ളത്? കരുണ, അലിവ്, മനസ്സലിവ്, മനസ്സലിവ്, മനസ്സലിവ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? കനിവെന്നും മനസ്സലിവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം മനസ്സലിവ്, ദൈവം എന്നെ മനസ്സലിവ് കൊണ്ട് മറയ്ക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവം എന്നെ മനസ്സലിവ് കൊണ്ട് മറയ്ക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നെ കാണുമ്പോൾ എന്നോട് ദയ തോന്നുക. നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് മെലീത്ത ദ്വീപിൽ കപ്പൽ തകർന്ന് ചെന്ന സമയത്ത് അവിടുത്തെയുള്ള ബർബരന്മാർ പൗലോസിനോട് വളരെ ദയ കാണിച്ചു എന്നൊരു ബൈബിൾ വാക്യം അവിടെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ വാക്യം പണ്ടൊരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടതാണ്. അദ്ദേഹം ഈ ചരിത്രമൊക്കെ പഠിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ആ വളരെ ദയ ബർബരന്മാർ, അവിടെയുള്ള ആൾക്കാർ പൗലോസിനെ കൈക്കൊണ്ടു എന്ന് എഴുതിയാൽ മതി, അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് എഴുതിയാൽ മതി, പല വാക്കുകൾ എഴുതാം. പക്ഷേ ഈ വളരെ ദയ എന്നൊരു വാക്ക് അവിടെ എഴുതാൻ കാരണം അവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടൽ കൊള്ളക്കാരാ. അവിടെ കപ്പൽ തകർന്ന് വരുന്ന ആളുകൾ കടലിൽ വീണ് കഴിയുമ്പോൾ ഇനി പാതി ജീവൻ അവർക്കുണ്ടെങ്കിൽ ആ കടലിൽ ഇറങ്ങിച്ചെന്ന് ആ പാതി ജീവനുള്ള വ്യക്തികളുടെ സ്വർണവും പണ്ടവും എല്ലാം പൊട്ടിച്ചെടുത്തിട്ട് അവരെ കടലിൽ തന്നെ എന്ത് ചെയ്യും? കൊന്നു കളയുന്ന ക്രൂരന്മായ ആൾക്കാരായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ആ മെലീത്ത ദ്വീപിലുണ്ടായിരുന്ന ബർബരന്മാർ. എന്നാൽ പൗലോസ് ലീഹ ഉൾപ്പെടെയുള്ള 200 ചില്ലറ ആൾക്കാർ ആ കടലിൽ വന്ന് അടിഞ്ഞ സമയത്ത് ബർബരന്മാർ വളരെ ദയ കാണിച്ചു. അതായത് കഴുത്ത് വെട്ടുന്നവരാണ്, ആ മാലയും പണ്ടും എല്ലാം പൊട്ടിച്ചെടുക്കുന്നവരാണ്, കടലിൽ തന്നെ പാതി ജീവനുള്ളവനെ കൊന്നു തള്ളുന്നവരാണ്. പക്ഷെ പൗലോസിനെ കണ്ടപ്പോൾ ഒരു മനസ്സലിവ്. ഇപ്പം മനസ്സിലായോ? കൊന്നു കളയേണ്ടതാണ്, പക്ഷെ ഒരു മനസ്സലിവ്. അതായത് ദൈവം ഒരു പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് എന്നെ മറയ്ക്കുമെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞ കർത്താവേ എനിക്ക് എന്ത് യോഗ്യതയുണ്ട്, ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ കൃപ. ഒരിക്കലും ദൈവസന്നിധിയിൽ പോയിട്ട് കർത്താവ് എൻ്റെ കുറവുള്ളത് കൊണ്ടായിരിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കാത്തത് പറയരുത്. നമുക്ക് എന്ത് കഴിവോ ഉള്ളതെന്നൂടെ പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയത്തില്ല കർത്താവ് എൻ്റെ കുറവുകളൊന്നും എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാക്കല്ലെന്ന് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം, എൻ്റെ ഗുണം എന്താ ഉള്ളത് അനുഗ്രഹിക്കാൻ? നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ? നമ്മൾ പലപ്പോഴും പറയും കർത്താവ് എൻ്റെ ആ കുറവായിരിക്കും. ചിലരിങ്ങനെ പറയും ബ്രദർ എനിക്ക് ഈ കുറവുള്ളത് കൊണ്ടായിരിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കാത്തത്. അപ്പോൾ ഞാൻ ചോദിക്കും, എന്ത് ഗുണമാണ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടത്? ഒരു ഗുണവും നമുക്കില്ല. ബൈബിൾ അതുകൊണ്ട് പറഞ്ഞ കൃപയല്ലാതെ മറ്റൊന്നും നമുക്ക് പുകഴുവാനില്ല. കർത്താവെ അങ്ങയുടെ കൃപയാലാണ് എൻ്റെ യേശു നിൽക്കുന്നത്, അങ്ങയുടെ കൃപയാൽ ഞാൻ ജീവിക്കും. വചനം പറയുന്നു, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. അപ്പൊ എൻ്റെ ദൈവം എന്നെപ്പറ്റി വെച്ചിരിക്കുന്നത് സന്തോഷിക്കാൻ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തെ നോക്കി പറയാം, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നീതിമാനാണ്. എൻ്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കാൻ പോവാണ്. ഞാൻ ആ വിഷയത്തിൻ്റെ മേൽ ആനന്ദിക്കാൻ പോവാണ്. ഞാൻ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഉല്ലസിക്കുവാൻ പോകുവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഈ സങ്കീർത്തനക്കാരാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഒരു വാക്യത്തിൽ നമ്മൾ തുടങ്ങിയായിരുന്നു. ആ വാക്യം ഒരിക്കലും പഴയ നിയമത്തിൽ ഒരു ഭക്തന് പറയുവാൻ കഴിയത്തില്ല. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിൽ ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ, ശ്രദ്ധിച്ചോണം, നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. അതായത് കൃപയാൽ ഒരിക്കലും ഒരു മനുഷ്യനും പഴയ നിയമത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ന്യായപ്രമാണം കൽപ്പനകൾ നിൽക്കുന്നിടത്തോളം കാലം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു പാപിയായ മനുഷ്യന് കർത്താവിൻ്റെ സന്നിധിയിൽ കൃപയാൽ ചെല്ലണമെങ്കിൽ യേശു ഭൂമിയിൽ വരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളായ നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മൾ കർത്താവിൽ സന്തോഷിക്കുവാൻ വിളിക്കപ്പെട്ട. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. അപ്പം നിങ്ങൾ പറയും ബ്രദറെ എൻ്റെ പ്രശ്നമൊക്കെ ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ഇത്രയും വലിയ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എങ്ങനെ എനിക്ക് ആനന്ദിക്കാൻ പറ്റും? ഇത്രയും വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും കർത്താവ് എന്നെ ദയാൽ പൊതിയുമെന്ന്?
നിങ്ങൾ പറഞ്ഞു പഠിക്കണം. കർത്താവിൻ്റെ ആഗ്രഹം എൻ്റെ സന്തോഷമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷയത്തിനും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഞാൻ ഈ വിഷയത്തിൻ്റെ മേൽ സന്തോഷിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എൻ്റെ വിഷയത്തിൻ്റെ മേൽ അകത്തിരുന്നുകൊണ്ട് ഞാൻ സന്തോഷിക്കാൻ പോവാന്ന് പറ. എന്റെ വിഷയത്തിന്റെ മേൽ ഞാൻ അകത്തിരുന്ന് സന്തോഷിക്കാൻ പോവുകയാണ്. വിഷയത്തിന്റെ മേൽ ഞാൻ അകത്തിരുന്ന് സന്തോഷിക്കാൻ പോവുകയാണ്. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സന്തോഷിക്കാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾ പറ. ഇല്ല. കർത്താവിലല്ല, ഒരു വ്യക്തിക്ക് സന്തോഷിക്കുക. ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ കരയണോ ചിരിക്കണോ? നിങ്ങൾ പറ. ഒരു പ്രശ്നത്തിലൂടെ കടന്നു, വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുക, കരയും. നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബൈബിള് പറയുകയാണ്, വചനം പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എന്തുണ്ടാവുന്ന പറഞ്ഞേക്കുന്നത്. ഈ വാക്യം ശ്രദ്ധിച്ച് നോക്കി. എന്നാൽ ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർക്കെല്ലാം സന്തോഷിക്കും. എന്തായിരിക്കും അതിന്റെ അർത്ഥം? കരയേണ്ട വിഷയത്തിൽ എങ്ങനെ എനിക്ക് ചിരിക്കാൻ പറ്റും? നമ്മൾ പറയത്തില്ല എനിക്ക് കരയണോ, ഓടണോ, ചാകണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ചിലർ പറയത്തില്ലേ? ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. ശ്രദ്ധിച്ചോണം, ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കും. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ദൈവത്തെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് ഞാൻ ആ വിഷയം കൊടുക്കുക, കർത്താവ് ആ വിഷയം അങ്ങോട്ട് ഏറ്റെടുക്കുക. കർത്താവ് ആ വിഷയം ഏറ്റെടുത്താൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. കർത്താവ് എനിക്ക് ഫ്രീ ആയി, എനിക്ക് ഉറപ്പാ, കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്യും. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞേക്ക്, നിങ്ങളുടെ സകല ചിന്ത ആകുലങ്ങളും കർത്താവിൻ്റെ മേലിട്ട് കൊള്ളുക. സങ്കീർത്തനക്കാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സകല ആകുലതകളും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഇപ്പം മനസ്സിലായോ? അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ അവരെ പരിപാലിക്കുക. കർത്താവ് പറയുകയാണ്, കർത്താവ് എന്നെ പരിപാലിക്കുന്നത് കൊണ്ട് എപ്പോഴും ആനന്ദിക്കും. ഇപ്പം മനസ്സിലായോ? ദൈവം എന്നെ സൂക്ഷിക്കും. ഒരു രോഗത്താലോ ഭാരത്താലോ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞോണം, കർത്താവ് എന്നെ സൂക്ഷിക്കും. ഇത് നിങ്ങൾ ഈ സൂക്ഷിക്കുമെന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവ് എന്നെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വിഷയത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ രക്ഷിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ഈ സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ പറയത്തില്ലേ സൂക്ഷിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? സൂക്ഷിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? അത് തന്നെ നഷ്ടപ്പെടാതെ, നശിച്ചു പോകാതെ കൊണ്ടുപോകുക. നമ്മൾ പറയുന്നത് സൂക്ഷിച്ചു കൊണ്ടുപോകണം. ആ സാധനം നഷ്ടപ്പെട്ടു പോകരുത്. സൂക്ഷിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാതെ. ഇവിടെ വചനം പറയാണ്, നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവനെപ്പോഴും ആനന്ദിക്കും. എൻ്റെ അർത്ഥം ദൈവം എന്നെ പരിപാലിക്കുകയാണ്, ദൈവം എന്നെ പൊതിയുകയാണ്. ഇപ്പം മനസ്സിലായോ? അപ്പം ഈ പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഭയം വരുമ്പോൾ നിങ്ങൾ പറയണം, ഇല്ല, കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, കർത്താവ് എന്നെ ഈ വിഷയത്തിൽ സൂക്ഷിച്ചു പിടിക്കും, താഴെ കളയത്തില്ല. ഇതൊക്കെ ഈ വചനത്തിൻ്റെ അർത്ഥം. കർത്താവ് എന്നെ താഴെ കളയത്തില്ല, ഇതാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായോ? നമ്മളവർക്ക് ഇപ്പം താഴെ പോകുന്ന ഈ പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവരെ ഇങ്ങനെ എടുത്തു പിടിക്കുന്ന സമയത്ത് അവരെ പിടിച്ച് നമ്മൾ പൊക്കുമ്പോൾ അവരെ ഉയർത്തിപ്പിടിക്കും. പിള്ളേർക്ക് പെട്ടെന്നൊരു പേടി, അവരുടെ ചിന്തയിൽ നമ്മൾ താഴേക്ക് ഇടുമെന്നൊരു പേടിയുണ്ട്. പക്ഷെ നിങ്ങൾ താഴേക്ക് ഇടുവോ ഇല്ലയോ? പറ. അവരെ പിടിച്ച് ഉയർത്തിയിട്ട് നിങ്ങൾ താഴേക്ക് ഇടുവോ? ഇല്ല. പക്ഷെ പിള്ളേർക്കൊരു പേടിയാ. നിങ്ങളിങ്ങനെ പൊക്കി എടുക്കുമ്പോൾ അവർക്കൊരു ഞെട്ടലുണ്ടാവും. അവരുടെ ചിന്തയിൽ എന്നാണെന്നറിയാവോ? താഴെങ്ങാനും പോവോ? പക്ഷേ അവർക്കറിയത്തില്ല, ഉയർത്തുന്നയാൾക്കറിയാം, സൂക്ഷിച്ചു പിടിക്കാൻ അറിയാം. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിലുള്ള ഒരു വ്യക്തി തിരിച്ചറിഞ്ഞോണം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതനാണ്, ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്തും എൻ്റെ ദൈവം എന്നെ താഴെ കളയത്തില്ല. 12-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ നീതിമാനെ അനുഗ്രഹിക്കും, പാപിയല്ല. 24 മണിക്കൂർ ഞാൻ മുഴുത്ത പാപിയാ കർത്താവേ എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണേ കർത്താവ്. എല്ലാ ദിവസവും പറഞ്ഞു നമ്മൾ മടുത്തില്ലേ? ഇത് പറയും തോറും എന്നെ കുഴപ്പമെന്നറിയോ? ഒരിക്കലും അനുഗ്രഹം കയറത്തില്ല. ഞാൻ പാപിയാന്ന് പറയുന്നിടത്തോളം കാലം ഒരിക്കലും ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കുവാൻ കഴിയത്തില്ല.
ഞാൻ പാപിയാന്ന് പറയുന്നിടത്തോളം കാലം ദൈവത്തിന് എന്നെ ഒരിക്കലും ഉയർത്തുവാൻ കഴിയത്തില്ല. കാര്യം പാപീനെ ദൈവം ഉയർത്തത്തില്ല. അങ്ങനെ ദൈവത്തിന് പിശാചിനെ ഉയർത്താൻ മേലെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഏദൻ തോട്ടത്തിൽ അവരെ വീണ്ടും ആക്കാൻ മേലെ. ദൈവം ഒരിക്കലും പാപിയുമായിട്ട് കൂട്ടുകൂടത്തില്ല. യേശു വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, കർത്താവ് പാപികളുടെ കൂടെ തിന്നു കുടിച്ചു പോന്നു എന്ന് കർത്താവിനെ പറ്റി പറയുമ്പോഴും കർത്താവ് അവരോട് പറഞ്ഞത് കേട്ടോ, മാനസാന്തരപ്പെട്ട എൻ്റെ പുറകെ വാ. അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം പോലും അവർക്ക് പാപബോധമുണ്ടായി മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ കൂടെ വന്നു. യഹോവ നീതിമാനെ അനുഗ്രഹിക്കും. സങ്കീർത്തനം പറയും, നീതിമാന കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടായി വരും. അടുത്ത വാക്യത്തിൽ പറയുന്നു, പരിച കൊണ്ടെന്ന പോലെ ദൈവം എന്നെ ദയ കൊണ്ട് മറയ്ക്കും. ശ്രദ്ധിച്ചോണം, ദൈവം എന്നെ സൂക്ഷിക്കും, ദൈവം എനിക്ക് സന്തോഷം തരും, ആനന്ദം തരും. ദൈവം എന്നെ പരിച കൊണ്ടെന്ന പോലെ, നമ്മൾ ഇന്നാളെ പരിചയെ പറ്റി കേട്ടായിരുന്നല്ലേ, ദൈവം എന്നെ ദയ കൊണ്ട് മറയ്ക്കും. ദൈവം എന്നെ മറയ്ക്കും. ഓർത്തോണം, മറയ്ക്കുക എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു സൂക്ഷിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ഇത്രയും ഉറപ്പ് നമുക്ക് വേറെ എവിടുന്ന് കിട്ടും അല്ലേ? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു വിഷയത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ആ വിഷയത്തെ നോക്കിക്കൊണ്ട് ഈ വചനങ്ങൾ വിളിച്ചു പറയണം, എനിക്ക് എൻ്റെ ദൈവം തരുന്ന ഉറപ്പുകളാണ് ഇതൊക്കെ. എൻ്റെ വിചാരം ഞാനിപ്പോൾ താഴെ വീണ് നശിക്കുമെന്ന. എൻ്റെ ചിന്ത ഞാൻ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ലെന്ന. ഞാൻ ഓർക്കുന്നത് ഇപ്പം ഞാൻ നശിക്കുമെന്ന. അല്ല, വ്യക്തമായി പറയുന്നു, കർത്താവ് എന്നോട് പറയുന്നു, ശരണം പ്രാപിക്കുന്നവന് സന്തോഷം കൊടുക്കും, കൃപയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇപ്പോൾ എപ്പോഴും ഓർത്തോണം, കർത്താവ് യേശുവിലുള്ള ഒരു വ്യക്തിക്കകത്ത് ഇരിക്കുന്നത് കൃപയാണ്. ഞാൻ നിൽക്കുന്നത് അർഹിക്കുന്ന നന്മയ്ക്കകത്തല്ല, അർഹിക്കാത്ത നന്മയ്ക്കകത്ത്. മനസ്സിലായോ? ചിലത് പറയാറില്ല. കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ പറഞ്ഞല്ലോ, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി രോഗസൗഖ്യം നടന്നപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ഒരു അനുഗ്രഹം വരുമ്പം, ഞാൻ ആ ബ്രദറെ ഞാൻ മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് കയറി വചനം കേട്ടത് കൊണ്ടെന്നല്ല, കർത്താവിൻ്റെ വചനം കേട്ടത് കൊണ്ട് അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ കൃപയാലാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചതെന്ന്. ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് തിരിച്ചറിയാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. റീബ എന്ന് പറയുന്ന ഒരു സഹോദരീനെ കർത്താവ് സ്പർശിക്കുക. REE, റീബ എന്നാണ് പേര്. അങ്ങനെ ഒരു സഹോദരീനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ എന്നെ കേൾക്കുന്നത് അത് ഏറ്റെടുത്തോണം. റീബ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചില പ്രവൃത്തികളെ ഈ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോവാണ്. റീബയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വലിയ കാര്യം ആ കുടുംബത്തിൽ ചെയ്യാൻ പോകും. ആരാധന യേശുവി, ഞങ്ങളിത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. അങ്ങയുടെ വലിയ കൃപ ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. ഞാനൊരു വ്യക്തിയുടെ പേര് കേൾക്കുക, തങ്കച്ചൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ഞാൻ കേൾക്കും. ആ വ്യക്തിയുള്ള കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നു. ആ മകളുടെ വിഷയം വലിയൊരു ഭാരമായിട്ട് ആ കുടുംബത്തിലിരിക്കുക. തങ്കച്ചെന്നാണ് ആ വ്യക്തിയെ കുടുംബത്തിൻ്റെ അകത്ത് വിളിക്കുന്നത്. ആ കുടുംബത്തിൽ മകളുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രശ്നത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ടിരിക്കുക. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ സമാധാനത്തെ ഇന്ന് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങളിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതോടൊപ്പം തന്നെ ഇവിടെ കർത്താവിന് പറഞ്ഞ രേഷ്മ എന്ന് പറഞ്ഞൊരു മകളെ ദൈവം തൊടുക. ഈ വരുന്ന 2 മാസം രേഷ്മയുടെ ഭവനത്തിൻ്റെ അകത്ത് രേഷ്മയുമായി ബന്ധപ്പെട്ട് കർത്താവ് ചില സന്തോഷ വാർത്തകളെ തുറക്കാൻ വേണ്ടി പോവുക. ആരാധന യേശുവേ, ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാൻ ഈ രേഷ്മയ്ക്ക് ഒരു 17 വയസ്സെടുത്താണ് കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇന്ന് ആ മകളെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ തൊടുന്നല്ലോ അപ്പാ. രേഷ്മയുമായി ബന്ധപ്പെട്ട കർത്താവിൻ്റെ ഒരു സെപ്റ്റംബറിൽ ഒരു മാസം കൂടെ എടുത്ത് കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പാ. ഒരുമിച്ച് ഞങ്ങളിന്ന് അനുഗ്രഹിക്കുന്ന യേശുവെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന. എല്ലാവരും രോഗമുള്ളവരാ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറ, നീതിമാൻ്റെ അവകാശമാണ് സൗഖ്യം. രോഗസൗഖ്യം എൻ്റെ അവകാശം. ഇന്ന് നമ്മൾ കേട്ട വചനം കേട്ട, കൃപയാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും, നിൻ്റെ ആലയത്തിൽ വരും. പഴയ നിയമത്തിൽ ഒരു ഭക്തന് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയത്തില്ല ദൈവത്തെ സ്തുതിക്കുവാൻ ആലയത്തിൽ കൃപയാൽ വരുമെന്ന്. പക്ഷെ ഇന്ന് വിശ്വാസികളായ നമുക്ക് പറയാൻ പറ്റും, കർത്താവേ, അങ്ങയുടെ കൃപയാലാണ് അങ്ങയെ ആരാധിക്കുന്നത്. അങ്ങിൽ ശരണം പ്രാപിക്കുന്ന എനിക്ക് സന്തോഷമാണ്.
എപ്പോഴും ആനന്ദിച്ചാർക്കുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞാൻ കരയുന്നതല്ല എൻ്റെ ദൈവത്തിൻ്റെ പ്ലാൻ, എന്നെ കരയിപ്പിക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്ലാനുകൾ, എന്നെ സന്തോഷത്താലും ആനന്ദത്താലും നിറയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. യേശുവേ ആരാധന. യേശുവെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഒരുമിച്ച് ഞങ്ങളെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. രോഗത്താൽ ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതം വന്നിരിക്കുന്നു. ഞാനിന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, അങ്ങയുടെ നാമത്തിൽ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങ് തുടർന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതമാക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങ് വീര്യം പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, ഓരോ മക്കളെ അങ്ങ് തുടർന്നല്ലോ, അങ്ങ് സൗഖ്യമാക്കുന്നല്ലോ, അങ്ങ് അത്ഭുതമാക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. ഈ ദിവസങ്ങളിൽ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും, വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പാ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആരാധന യേശു. ഞാനൊരു പാസ്ബുക്ക് പോലത്തെ ഒരു ബുക്ക് കാണും. അതിൻ്റെ അകത്ത് 037428 എന്നൊരു അടുപ്പിച്ചുള്ള സംഖ്യയുള്ളൊരു പാസ്ബുക്ക് ഞാൻ കാണുക. ആ നമ്പർ കേട്ടോണം. ആ ഒരു പാസ്ബുക്കിൽ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയെ വലിയൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകും, ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. ഈ നിമിഷം വലിയൊരു വാതിലിനെ ദൈവം തുറക്കുന്നതായിട്ട് കർത്താവ് പറയുന്നു. വലിയൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ പോവുക. നിന്ദകളെ ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോവുക. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ അവിടെ ദൈവം ചെയ്യുന്നല്ലോ. എന്നോട് കർത്താവ് അപർണ എന്ന് പറയുന്നൊരു മകളുള്ള ഒരു കുടുംബത്തെ കർത്താവ് തൊടുക. അപർണ എന്ന് പറയുന്ന ഒരു മകൾ ഉള്ളൊരു കുടുംബത്തെ കർത്താവ് തൊടുക. യേശുവെ ആരാധന. സൗരി ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ കർത്താവ് തൊടുക. ദൈവം എന്ന കുടുംബത്തെ സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന പിതാവേ, ഇന്ന് ആ കുടുംബത്തിൽ കർത്താവിനെ കാണിക്കുന്ന മോളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ആ മോളുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവ് ഒരു നന്മയുടെ വാതിലിനെ തുറക്കും. അവളെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. ഒരു അനുഗ്രഹമാക്കിയ ദൈവ മകളെ മാറ്റും. യേശുവെ ആരാധന. കർത്താവെ ഞങ്ങളെന്ന് അനുഗ്രഹിക്കുന്ന യേശുവെ, കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവെ, രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തിൽ കൈവച്ച് സൗഖ്യം നമ്മുടെ അവകാശമാണ്. രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നിങ്ങൾ ഈ ചിലർ മരുന്ന് ഉപേക്ഷിച്ച് വചനം മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾ ബ്ലഡോ എന്തുമായിക്കോട്ടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് മനസ്സിലായത് മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്താൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അത്രയും കർത്താവ് ചെയ്യുന്നൊരു ഉറപ്പോടെ വിശ്വാസത്തോടെ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ, മരുന്ന് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പ്രേരണ ഉണ്ടെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആക്കിയിരിക്കുന്നു പറഞ്ഞ് നടക്കരുത്. ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുമായിട്ട് നിങ്ങൾ സൗഖ്യത്തിന് റിപ്പോർട്ടുമായിട്ട് നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യണം. ആ കുഴപ്പമില്ല ബദറ, ഞാനിപ്പോൾ വിശ്വാസത്താൽ അങ്ങ് മൂവ് ചെയ്യുവാണ്. അല്ല, ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് പൂർണ്ണ സൗഖ്യം ലഭിച്ചെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാതെ, അല്ലാതെ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ആ രോഗം ഉണ്ടെന്ന് കണ്ടെത്തിയത് മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ സൗഖ്യമായെന്നുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിരിക്കണം. ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയൊരു ബ്രേക്ക് ഇന്ന് കേട്ട വചനം മറക്കരുത്. ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയാണ് നമ്മൾ പറയുന്നത്. ആഗ്രഹമല്ല, പദ്ധതികളാണ് കേട്ടത്. ഇത് കേൾക്കുമ്പം അത് നമ്മളെ മേൽ തുറന്നു വരികയാണ്. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നല്ലോ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഈ സമയത്ത് സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകൾ ഇടപെട്ടവരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചുരുക്കം വാക്കിൽ പറയണം ഉള്ളവർ. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്, അതിനുള്ള സമയമല്ല. അത് വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി. ഈ സമയത്തുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകൾ നീട്ടാതെ പറയുക. ഇല്ലെങ്കിൽ നമ്മൾ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്.
ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ പറഞ്ഞു. റിബ എന്ന് പറഞ്ഞത് എന്റെ ചേച്ചിയുടെ മരുമകളാണ്. തങ്കച്ചെന്ന് പറയുന്ന ചേച്ചിയുടെ ഹസ്ബൻഡാണ്. മകളുമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മകള് ഡൈവേഴ്സിന് കേസ് കൊടുത്തിട്ടിരിക്കായിരുന്നു. അവൻ പൈസ കൊടുക്കാൻ കഴിയാതെ മോക്ക് ഡൈവേഴ്സ് വേണ്ട, കൊടുക്കത്തില്ലെന്നുകൊണ്ട് അവനെ ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് ഈ തങ്കച്ചെന്ന് പറയുന്ന ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരാ ഉള്ള ഈ മീൻസ് ഈ സഹോദരിയോട്ട് ചേടത്തിയുടെ ഹസ്ബൻഡ്. അപ്പൊ ഈ റീബ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മോളാണോ? മരുമകള്. മരുമോള. രണ്ടു തങ്കച്ചെന്ന് പറയുന്ന മകള് ഞാനാണ്. തങ്കച്ചെന്ന് പറയുന്ന തങ്കച്ചെന്ന് പറയുന്ന ആളുടെ മോള് പറയുന്ന ആളാണ് ഇപ്പം. ഞാൻ അല്ല, പറയാം. എനിക്കും ഉണ്ട്. എന്റെ ചേട്ടന്റെ പേര്, ചേട്ടത്തിയുടെ ഹസ്ബൻഡിന്റെ പേര് തങ്കച്ചൻ എന്നാണ്. റീബ എന്ന് പറയുന്നത് അവരുടെ മരുമകളാണ്. മകളുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്, അതും എന്റേതാണ്. ഓക്കെ. അപ്പൊ ഈ രണ്ട് വ്യക്തികളും ഒരേ വീട്ടിലുള്ള ആൾക്കാരാ അല്ലേ? റീബയും ഒന്ന് മരുമകളും മകൾക്കാണ് പ്രശ്നമുള്ളത്. ഓക്കെ. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു സമാധാനത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ദൈവാത്മാവ് ഇടപെട്ടതാണ്. മകൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക. കർത്താവ് ഇന്ന് തൊടുകയും തങ്കച്ചനുമായിട്ട്. എന്റെ പപ്പയുടെയും പേര് തങ്കച്ചെന്നാണ്. അല്ല, ഞാൻ ഈ സിസ്റ്ററുമായിട്ട്, അതായത് ആ രണ്ട് പേരുകളുമായിട്ടുള്ള കണക്ഷൻ സിസ്റ്ററാണ് ഞാൻ പറഞ്ഞത്. ആ റീബ എന്ന് പറഞ്ഞതും തങ്കച്ചെന്ന് പറഞ്ഞതുമായിട്ടുള്ള കണക്ഷനുകളാണ് ഞാൻ പറഞ്ഞത്. ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തെ കർത്താവ് ചെയ്യുവാണ്. ഇന്ന് പറഞ്ഞ ആൻറ്റി ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. മകളോട് പറയണം, കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ധൈര്യത്തോടെ പറയണം, കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത വരുത്താൻ പോവാന്ന് പറഞ്ഞോണം. അത് ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കർത്താവ് നിൻ്റെ കാര്യം വെളിപ്പെടുത്തിയതാണ്. കർത്താവ് നിനക്ക് വേണ്ടി ഒരു സ്വസ്ഥത വരുത്താൻ പോവാന്ന് പറഞ്ഞോണം. ദൈവത്തിൻ്റെ സ്വസ്ഥത വരാൻ പോവാണ്. പ്രാർത്ഥനയിലും കൂട്ടായ്മയിൽ ബലപ്പെട്ടോളാൻ പറഞ്ഞോണം. കർത്താവ് വിഷയത്തിൻ്റെ മേൽ സമാധാനത്തെ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ പറയണം. ഡൈവേഴ്സിന് കേസ് കൊടുത്തിട്ട് അവള് സമ്മതിക്കുകയില്ല. അവസാനം രണ്ട് പെൺപിള്ളേരുണ്ട്. അവൻ എന്ത് ചെയ്ത ഇവളെ നല്ല മിടുക്കി നേഴ്സാണ്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ സമ്മതിക്കുകയില്ല. അവനൊന്നും എടുക്കത്തില്ല. പൈസയൊന്നും കൊടുക്കാതെ വക്കീലും കോടതി കഴിഞ്ഞ മാസം കണ്ടു തീരുമാനിച്ചു ഡൈവേഴ്സിനുള്ള കാരണമൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിട്ടു. പക്ഷെ കർത്താവ് അവിടെ പറയണം, മകളോട് വേണം, കർത്താവ് നിൻ്റെ കാര്യത്തിൽ ഒരു സമാധാനം ചെയ്യും. ദൈവാത്മാവ് വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോണം. കർത്താവ് തരുന്ന സമാധാനം നിലനിൽക്കുന്നതാണ്. ഇന്ന് ഭാരപ്പെടുന്ന സകല വിഷയത്തെയും കർത്താവ് അവിടെ അത്ഭുതമാക്കി മാറ്റുമെന്ന് പറയണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്ക് ഞാൻ എൻ്റെ ബ്രദറിന്റെ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു, ജോലിക്കായിട്ട്. അപ്പൊ ഞാൻ അപേക്ഷ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവന് ജോലി കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു. ദൈവത്തിന് നന്ദി. നന്ദി കർത്താവ്. ഇന്ന് പ്രിയമക്കളെ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ കർത്താവ് ഒരു വഴി തുറന്നതിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഒരു സെക്കൻഡ് പറഞ്ഞോ. എന്റെ പൈൽസ് രോഗം പൂർണ്ണമായി മാറിക്കിട്ടി. കുറെ വർഷങ്ങളായിട്ടുള്ള പൈൽസ് രോഗമായിരുന്നു. ഞാൻ ബ്രദറിന്റെ പ്രയർ കേൾക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അത് മാറിക്കിട്ടി ബ്രദറെ. വളരെ ഡിഫിക്കൽട്ടായിരുന്നു മോഷൻ പോണ കാര്യങ്ങളിലൊക്കെ. അതൊക്കെ വളരെയധികം സൗഖ്യമായി. ദൈവത്തിന് നന്ദി പറയുന്നവർ. അമ്മ എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? അത് കുറെ വർഷങ്ങളായി ബ്രദറെ. അതായത് ഒരു 20-30 വർഷങ്ങളാണ്. എനിക്കിപ്പോ 54 വയസ്സായി. എനിക്ക് ഓർമ്മ വെച്ചതിന്റെ ശേഷമൊക്കെ ഈ സംഭവം ഉണ്ട്. ഡെലിവറിക്ക് ശേഷമൊക്കെ ഉണ്ടായതാണിത്. അത് ഞാൻ ഓയിൻമെന്റ് ആണ് യൂസ് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എപ്പോഴും മോഷൻ പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ കഴിയില്ല. ചിക്കൻ കഴിക്കാറില്ല, പിന്നെ കപ്പ കഴിക്കാറില്ല, അങ്ങനത്തെ കാര്യം. പിന്നെ ദോശ, പുളിപ്പുള്ള സാധനങ്ങളൊന്നുമേ കഴിക്കാൻ കഴിയില്ല. അപ്പൊ എന്നിട്ട് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ചിക്കനൊക്കെ വാങ്ങിച്ചു ബ്രദറെ. എന്നിട്ട് ചിക്കൻ കഴിച്ചു നോക്കി, കുഴപ്പമില്ല. ആമേൻ. നിങ്ങൾ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നലച്ചു നോക്കിയ 10-20 വർഷമായിട്ട് സിസ്റ്റർ അനുഭവിച്ചുകൊണ്ടിരുന്ന 20-ന് മേളിലായി.
20 വർഷം മുകളിലായിട്ടുള്ള പൈൽസിൻ്റെ ബുദ്ധിമുട്ടിനാൽ പ്രിയമകളെ ഭാരപ്പെടുന്ന ആലോചിച്ച് നോക്കിയ വർഷങ്ങളായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ല, പറഞ്ഞ പോലെ ആഹാരം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നന്നായിട്ട് കഴിക്കുന്നൊന്നും സഹോദരിക്ക് 20 വർഷമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. സിസ്റ്റർ എത്ര ദിവസം സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് പങ്കുചേരാൻ തുടങ്ങിയിട്ട്? പോയോ സിസ്റ്റർ പോയോ? ഇപ്പം സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ. ഒരു മിനിറ്റ് സഹോദര, ഒരു സെക്കൻഡ്. ആ സിസ്റ്റർ എന്തിയേ? ഇപ്പൊ സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ എന്തിയേ? ഞാൻ ജ്യോതിയാണ് പാസ്റ്റർ ആ ബ്രദറെ. സിസ്റ്റർ എത്ര നാളായി പ്രാർത്ഥന? 4 ദിവസം ആയിട്ടുണ്ട്. 4 ദിവസമായിട്ടുള്ളൂ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലാണോ സിസ്റ്റർ കേൾക്കാൻ തുടങ്ങിയത്, അതോ സൂമിലായിരുന്നോ? ഞാൻ ആദ്യം യൂട്യൂബിലാണ് ബ്രദറെ കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് തപ്പി അങ്ങനെ ലിങ്ക് ബ്രദറെ ഞാൻ അയച്ചു തന്നു. അങ്ങനെ ഞാൻ എന്നായിരുന്നു സിസ്റ്റർക്ക് സൗഖ്യം? എന്നാ സിസ്റ്റർക്ക് സൗഖ്യം കിട്ടി? സൗഖ്യം ഒരു യൂട്യൂബില് ചെയ്യുമ്പോഴേ എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആമേൻ, തീർച്ചയായിട്ടും ആമേൻ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസം തോന്നിണ്ടായിരുന്നു. എനിക്ക് മോഷൻ പോകുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ബ്രദറെ. അതായത് അത് കറക്റ്റ് ആയിട്ട് പോവില്ല. പിന്നെ ഒരു 3-4 പ്രാവശ്യം ഒരു ദിവസം എനിക്ക് ചെറിയൊരു ഭക്ഷണം കഴിച്ചാൽ മതി, ശരീരത്തിന് പിടിക്കില്ല. അത് അങ്ങനെ പോവുകയാണ് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞു കേട്ടോ. വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നിങ്ങൾ ഓർത്തോണം, വർഷങ്ങളായിട്ട് സിസ്റ്റർ അനുഭവിച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥത കർത്താവ് വെറും 4 ദിവസമായുള്ള സിസ്റ്റർ പ്രാർത്ഥനയിൽ കയറാൻ തുടങ്ങിയിട്ടുള്ളൂ. കർത്താവ് ആ സിസ്റ്റർക്ക് രോഗസൗഖ്യത്തെ കൊടുക്കാൻ ഇടയായി തീർന്നു. ആലോചിച്ച് നോക്കി, 20 വർഷത്തിന് മുകളിലായി സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് നടന്ന രോഗത്തെ യേശു തൊട്ടു. ഒരു സർജറിയും ചെയ്തില്ല, ഒരു മരുന്നും കൊടുത്തില്ല. യേശു ക്രിസ്തു തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, നമ്മളിന്ന് കേട്ട വചനം നിങ്ങൾക്ക് മനസ്സിലായുള്ള, നമുക്ക് സന്തോഷം തരുമെന്ന് പറഞ്ഞാൽ സന്തോഷം കിട്ടും. ഇപ്പം സൗഖ്യം കിട്ടും എന്നുള്ള വചനമാണ്. സഹോദരിക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ സന്തോഷവും ആനന്ദവും അനുഗ്രഹവും കിട്ടുമെന്ന് പറഞ്ഞാൽ അതും കിട്ടും. എനിക്ക് വലിയ സന്തോഷമായി സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് നല്ല സന്തോഷമുണ്ട് ബ്രദറെ. ഞാൻ ഭയങ്കര സന്തോഷവതിയാ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഈ സാക്ഷി എല്ലാവരോടും പറയണം. യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് പറയണം, സുവിശേഷം പറയണം. അനേകരെ കർത്താവിലേക്ക് ഇതുപോലെ, ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷികൾ പറയിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഇസ്രായേൽ പോലെ ഇത്രയും വർഷങ്ങളായിട്ട് രോഗത്തിൽ ഇരിക്കുന്നവരോട് പറയണം യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചോണം, സുവിശേഷം അറിയിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കുചേരണം, വചനത്തിൽ ബലപ്പെടണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞോ ബ്രദറെ. എന്തോ 7 മാസത്തിന് മുമ്പ്, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ബ്രദറെ. 7 മാസത്തിന് മുമ്പ് ഒരു 3 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷെ ബാങ്കിലെ പേപ്പറുകളെല്ലാം നിങ്ങൾ 99% നീ കഴിഞ്ഞപ്പോൾ അതിനകത്ത് റിക്വസ്റ്റ് കണ്ടുപിടിച്ച് അതിപ്പം ഒരു 2 മാസം കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെ പ്രതിസന്ധിയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി എങ്ങനെ കൊടുക്കും എന്നുള്ള ഒരു മാനസിക പ്രയാസം ഉണ്ടായി. അപ്പോൾ ഈ 3 ലക്ഷം രൂപ എടുക്കണം, 7-ാം തീയതി നാളെ കൊടുക്കേണ്ടത്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പലരോടും അപേക്ഷിച്ചു. ആ പൈസ കിട്ടി നിന്നുകൊണ്ട് 7-ന്നുള്ള 6-ാം തീയതി കൊടുത്തു. അത് കിട്ടു കഴിഞ്ഞാൽ ഞാൻ സാക്ഷി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവം തമ്പുരാൻ ഇന്ന് പ്രവർത്തിച്ച് 3 ലക്ഷം രൂപ നാളെ കൊടുക്കേണ്ട കാശ് ഇന്ന് കൊടുത്തു. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ ബ്രദർ പറഞ്ഞ പോലെ 7 മാസമായിട്ട് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കർത്താവിൽ ആശ്രയിച്ചു. ദൈവം ഒരു വഴി അവിടെ തുറക്കുവാൻ ഇടയായി തീർന്നു. ഒരു ദിവസം മുമ്പേ അത് കൊടുക്കുവാൻ ദൈവം ഒരു കൃപ കൊടുത്തു. കർത്താവ് ഇനി അത് യേശുവിൻ്റെ നാമത്തിൽ അനേകർ കൊടുക്കുന്ന രീതിയിൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് കേട്ട വചനം പോലെ യഹോവ നീതിമാനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതുപോലെ അനുഗ്രഹം അവിടെ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. എന്റെ മകളുടെ പരീക്ഷയാണ് പ്രാർത്ഥിക്കണം, ബികോമിന്. തീർച്ചയായിട്ടും ഞാൻ അവസാനം എല്ലാവർക്കും വേണ്ടി, പരീക്ഷയുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രാർത്ഥിക്കാം കേട്ടോ. ശരി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുള്ളവരാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ബ്രദറെ. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ബ്രദറിന്റെ ഈ പ്രേയറിന് കയറുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലാണ്. എനിക്ക് ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. എൻ്റെ മക്കളെ ഓർത്ത്, അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് രക്ഷയുടെ അനുഭവത്തിൽ വരണം. അതുപോലെ ഞങ്ങൾ അങ്ങ് ഗൾഫിലൊക്കെ ആയിരുന്നു. 34 ലക്ഷം 2 ഫൈനാൻസിയേഴ്സിലിട്ട് അത് രണ്ടും ഇങ്ങനെ ഇങ്ങനെ അത് മുങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രയാസത്തിലാണ്.
അതുപോലെ തീർച്ചയായിട്ടും അത് പ്രാർത്ഥിക്കുക സിസ്റ്ററെ. നമ്മൾ പ്രയർ റിക്വസ്റ്റ് സിസ്റ്ററെ വാട്സാപ്പിലേക്ക് സിസ്റ്റർ അയക്കുക. അവിടെ നമ്മൾ പ്രയർ റിക്വസ്റ്റ് ഒക്കെ ഓക്കെ സിസ്റ്ററെ, ഞാൻ പ്രയർ റിക്വസ്റ്റ് ഒക്കെ വാട്സാപ്പിലോട്ടാണ് നമ്മൾ അവിടെയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എങ്കിൽ എനിക്ക് പ്രയർ റിക്വസ്റ്റ് ഒക്കെ വാട്സാപ്പിൽ അയക്കുക. കർത്താവ് വണ്ടിയിലേക്കായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചോളാം കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? പറഞ്ഞോ പറഞ്ഞു സിസ്റ്ററെ. ഹലോ, ഞാൻ ഒരു വലിയ സാക്ഷ്യം പറയാൻ വിളിച്ചതാണ്. എന്റെ മകളുടെ എന്റെ കൊച്ചുമോന്റെ ഒരു മാമോദിസാണ്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് എനിക്കൊന്നും കൊടുക്കാൻ കഴിയത്തില്ലല്ലോ ദൈവമേ, എങ്ങനെ ഞാൻ അത് എന്തോ കൊടുക്കുമെന്ന് ഭയങ്കര ചഞ്ചലപ്പെട്ട് ഞാൻ ഇതേ ടൈമിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ഭുതകരം മാമൻ എനിക്ക് ഇന്ന് നല്ലൊരു ഗിഫ്റ്റ് അവന് മോന് കൊടുക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ സാക്ഷി പറയും എന്ന് ഞാൻ പറഞ്ഞു. അതിശയമാമന് എനിക്കത് നടന്നു കിട്ടി 75,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ തക്ക സമയത്ത് ദൈവം വഴി തുറന്നതിന് നന്ദി പറയുന്നു. പ്രിയസ് പറഞ്ഞ തന്നെ ആ ഒരു സമയത്ത് തന്നെ കൊടുക്കാനൊരു സാധ്യത ഇല്ലായിരുന്നു. പക്ഷേ ദൈവം ഒരു വഴി തുറന്ന് അത് കൊടുക്കാനുള്ള കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കേണ്ട മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞോ. പാസ്റ്ററെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. 3 ആൺപിള്ളേരാണ്. രണ്ടാമത്തെ മോൻ UK-യിലുണ്ട്. അദ്ദേഹത്തിന് ORE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. സിസ്റ്റർ, പ്രയർ റിക്വസ്റ്റുകളൊക്കെ വാട്സാപ്പിലേക്കാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എക്സാം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് എന്നെ കേൾക്കുന്നവരോട്, പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പിലേക്കാണ് അയക്കേണ്ടത്. നമ്മൾ അവിടെയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എക്സാം ഉള്ളവർക്ക് വേണ്ടി അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സമയത്ത് സാക്ഷ്യങ്ങളോ ദൈവിക ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ പറയുക മതി. നമ്മൾ കാരണം വെച്ചാൽ സമയപരിമിതി ഉള്ളതിന് എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് സാക്ഷ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യമുണ്ട് പറയാനായിട്ട്. പറഞ്ഞു വാട്ടർ പറഞ്ഞു വാട്ടർ കെൻഡില്ലേ, നമ്മുടെ വാട്ടർ ഫിൽറ്റർ, അത് ഞങ്ങൾ ശരിയാക്കിച്ചായിരുന്നു വിളിച്ച്. അത് കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് കേടായി. അപ്പം ഞാനൊരു ദിവസം എഴുന്നേറ്റ് 2 ദിവസത്തിന് മുമ്പാ ഇന്ന് നടന്നത്. ഇപ്പം സാക്ഷ്യം പറയുന്നു. ഞാനന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, യഹോവൻ്റെ ഇടയനാന്ന് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പിന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇന്നൊരു ഏഞ്ചലിനെ എവിടേക്ക് വിടണേ, ഇതൊന്ന് ശരിയായി കിട്ടാനെന്ന്. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അതിന്ന് പ്ലഗ് ഓൺ ചെയ്ത് നോക്കിയപ്പം പെൻറ്റ് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പ് അത് ചെയ്തിട്ടുണ്ട്, പ്ലഗ് കുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അന്നത്തെ ദിവസം ആ വചനവും കർത്താവിൻ്റെ ഒരു ദൂതൻ്റെ മിനിസ്റ്റർ ചെയ്യാനായിട്ട് കർത്താവിനോട് അതും അപേക്ഷിച്ചു. ആ വചനം മുട്ടുണ്ടാകത്തില്ലെന്നുള്ള ആ വചനവും അത് രണ്ടും കൂടെ വർക്ക് ചെയ്തു. അത് കർത്താവ് ഒരു ഏഞ്ചലിനെ അയച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നല്ലതായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കർത്താവിൻ്റെ വചനം നമ്മൾ ഏത് വിഷയത്തിലും പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൽ അതിൻ്റെ തക്കതായിട്ടുള്ള വചനം ചെല്ലുമ്പോൾ അതിൻ്റെ വിടുതലുണ്ടെന്നുള്ളത് പിന്നെയും ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞു, നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണം ആയിക്കോട്ടെ, മനുഷ്യ ശരീരം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവിടെയൊക്കെയും നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ വിശ്വാസത്തെ നമുക്ക് പ്രയോഗിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ കൃപയാൽ ആ വ്യത്യാസം, അവിടെ ഒരു മാറ്റം, അത് കേടായിപ്പോയതാണ്, നോക്കിയിട്ട് ഒത്തിരി ശരിയാകാത്തതാണ്, പക്ഷെ പ്രാർത്ഥിച്ചു, അത് ശരിയായി. ഞാൻ പറഞ്ഞല്ലോ, ദൈവസന്നിധിയിൽ എല്ലാത്തിനും മറുപടിയും പരിഹാരവും ഉണ്ട്. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? മറ്റാരും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഞാനിത് മെസ്സേജ് ഇട്ടതായിരുന്നു, പക്ഷെ അത് ബ്രദർ കണ്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്.
സാക്ഷി ഇതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയില് എൻ്റെ മോള് ദുബായിൽ നിന്ന് നാട്ടിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ അവളുടെ ഹസ്ബൻഡിന് ദുബായ് എയർപോർട്ടിൽ ഫ്ലൈ ദുബായിയുടെ എയർ ഇന്ത്യയിൽ ജോലിയാണ്. പക്ഷെ അവൾക്ക് ടിക്കറ്റ് ഇല്ല. കാരണം ആ ടിക്കറ്റിൽ അവര് എവിടെയോ പിന്നെ ഈ ടൂറിന് പോയി. അതുകൊണ്ട് അവൾക്ക് പിന്നെ ടിക്കറ്റിൽ വരാൻ പറ്റത്തില്ല. അങ്ങനെ ഫ്രീ ടിക്കറ്റിൽ വരാം സീറ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ അവര് വ്യാഴാഴ്ച രാത്രി 9:30 എയർപോർട്ടില് അവളും കുഞ്ഞും കൂടെ വന്നു. ടിക്കറ്റ് ഇല്ലാതെ തിരിച്ചു പോയി. അപ്പൊ ഫ്രീ അവിടെ സീറ്റ് ഇല്ലാഞ്ഞ് മടങ്ങിപ്പോയി. അപ്പൊ അവൾ എന്നെ വിളിച്ച് വിവരം പറഞ്ഞപ്പോ ഞാൻ പ്രയറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്ന വാക്യം, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, മോള് ഈ വാക്യം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, തിരിച്ച് വീട്ടിൽ വന്നപ്പോ അവളുടെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു, അതിലും നോക്കണ്ട, ഇപ്പം വേറെ ഒരു ഫ്ലൈറ്റില് നോക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് അവള് രാത്രി 3 മണിക്ക് അവര് തിരിച്ചു പോയി. അവിടെ ചെന്നപ്പോ അതിനകത്ത് സീറ്റ് ഉണ്ടായി. ഇല്ല, അവള് ഇങ്ങനെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു നിൽക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, വെള്ളിയാഴ്ച പകൽ 9:30 എറണാകുളത്ത് വന്നു. അവളുടെ പേരൻസ് കോട്ടയത്ത പുതുപ്പള്ളി, അവര് പോയി കളക്ട് ചെയ്ത ബ്രദറെ. ഒരു അത്ഭുത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഈ ഫ്ലൈ ദുബായിയുടെ ഫ്ലൈറ്റിലായിരുന്നു വരുന്നത്. എന്നാൽ അതിനപ്പുറം അതിനേക്കാൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്ലൈറ്റിലാണ് ടിക്കറ്റും ഫ്രീ ഫുഡും. എന്ന് വെച്ചാൽ ഒരു ദൈവം എങ്ങനെ ഇറങ്ങി അവളുടെ മധ്യ പ്രവർത്തിക്കും, അതുപോലെ അവർ സുരക്ഷിതരായി കുഞ്ഞും അവളുമായിട്ട് കടന്നു വന്നു. അതൊരു അത്ഭുതം ആയിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയുടെ മാതിരി ബ്രദറെ. താങ്ക് യു. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് പ്രിയ സഹോദരി പറഞ്ഞത്. നമുക്കൊരു ചാൻസും ഇല്ലാത്തൊരവസ്ഥയിലും അത് കിട്ടാനൊരു സാധ്യതയില്ലാത്തൊരു സമയത്തും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെടും. അപ്പോൾ ഇല്ലാത്ത വാതിൽ നമുക്ക് വേണ്ടി ദൈവം തുറക്കും. പറഞ്ഞതുപോലെ തന്നെ ഹൈ ഫേവർ നമുക്ക് വേണ്ടി ലഭിക്കും. അങ്ങനെ കർത്താവെ, ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ചെറിയതും വലുതും ആയിക്കോട്ടെ, ഏത് കാര്യത്തിലും നിങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ഉപയോഗിച്ചോണം. നമുക്കവിടെ വഴികൾ തുറക്കുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ബലം നൽകും. നിങ്ങളൊരു ചെറിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു, അത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേക്ക് ഒരു സാക്ഷി ലഭിക്കും. വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനിടയായിത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ പറഞ്ഞോ. ഞാൻ ഇപ്പൊ ബ്രദർ പറഞ്ഞില്ലേ അപർണയെ തൊടുന്നെന്ന്, എന്റെ മോളായിരുന്നു. അന്നേരം ഞാനാണെങ്കില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ദൈവമേ അവളെ തൊടണേ, പിന്നെ അവളോട് സംസാരിക്കണേ. അന്നേരമാണ് ബ്രദർ ഈ പേര് വെളിപ്പെടുത്തിയത്, അപർണയെ തൊടുന്നെന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ, മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അവളെ കണ്ടിട്ടുണ്ട്, ദൈവം അവളെ സ്പർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ. ഏറ്റെടുത്തോണം, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചോണം. വലിയൊരു മാറ്റം ഇന്ന് മുതൽ ശ്രദ്ധിച്ചോണം. അവളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കർത്താവ് സംഭവിക്കാൻ പോവാണ്, ദൈവത്താൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്തോണം, കർത്താവ് വലിയൊരു അനുഗ്രഹമാക്കി മാറ്റും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. അവരെല്ലാം വരും സിസ്റ്ററെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാർത്ഥിച്ചോണം, കർത്താവിൻ്റെ സന്നിധിയിൽ ആ കാര്യത്തെ കൊടുത്തോണം. ദൈവം അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്റർ. തൃശ്ശൂരിൽ നിന്നാണ്. പറഞ്ഞു സിസ്റ്റർ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുന്നില്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഞാൻ പ്രയറിൽ കയറാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടി. അതായത് ഞാൻ പ്രഷർ ഉണ്ടായിരിക്കുന്നു, പിന്നെ അതിന് കൂടാതെ ഷുഗർ, പിന്നെ കൊളസ്ട്രോള്. അപ്പോൾ ബ്രദർ അവസാനം പ്രാർത്ഥിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ പ്രഷറും ഷുഗറും ഇതൊക്കെ ഉള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് മറ്റു രോഗസൗഖ്യങ്ങളൊന്നും എനിക്കിതാണ് മെയിനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അതിനോട് കൂടെ ബ്രദറിനോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ചെക്കപ്പിന് പോണ ദിവസമായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, കാരണം എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും അതൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഞാൻ
പിറ്റേ ദിവസം രാവിലെ ഈ പ്രാർത്ഥന സൗഖ്യമാക്കുന്നുള്ള ഒരു വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ചെക്ക് ചെയ്തു, എല്ലാ ടെസ്റ്റുകളും നോർമലായിട്ട് വന്നു. പ്രാർത്ഥന വളരെ എനിക്ക് സഹായകമായി. എനിക്ക് എന്റെ ടെസ്റ്റുകളെല്ലാം നോർമലായി. അപ്പം വളരെയധികം അത് സമാധാനം. എനിക്ക് ഇപ്പൊ അസ്വസ്ഥതകളൊക്കെ മാറി. ഹൈപ്പർ ടെൻഷൻ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുമായിരുന്നു, അതും ഇപ്പൊ കാണുന്നില്ല. അപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മോൻ ബോണി കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞ വ്യക്തിയാണെങ്കിലും ഭയങ്കര ഭയം കൂടിയിട്ട് അവൻ ഇപ്പൊ അവിടെ കിടന്ന് കരയുക, എന്നെ ആരും സൗഖ്യപ്പെടുത്തണില്ല എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമതയോടെ പോകണം. ഞാൻ ബ്രദറിന് ഇട്ടിട്ടുണ്ട് വാട്സാപ്പ് മെസ്സേജ്, ഒന്ന് കണ്ട് മോനെ എനിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് പ്രിയ സിസ്റ്റർക്ക് പ്രഷറും ഷുഗറും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ അത് പ്രാർത്ഥിച്ചു. സിംറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷെ വിട്ടുകൊടുത്തില്ല. പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ മുറിവിലുള്ള സൗഖ്യത്തിൽ വിശ്വസിച്ചു. ടെസ്റ്റ് ചെയ്തോടെ സിംറ്റം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം സിംറ്റം വരും, പക്ഷെ അത് നിന്നുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് നോർമലായി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കി നന്ദി. മകനെ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭയത്തിൻ്റെ ദുരാത്മാവിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നുപ്പാ. ഇന്ന് കർത്താവ് പ്രിയ മകളെ തൊട്ടപ്പോൾ തന്നെ കുടുംബത്തെ ദൈവം തൊട്ടതാണല്ലോ. മകനെയും ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു കർത്താവ്. ഇപ്പോൾ തന്നെ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം തുറന്നു വരട്ടെ. പിശാചിനെ വാതിക്കലിട്ട് തന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു. മേലാൽ ആ വീടിൻ്റെ അകത്ത് കയറരുത്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. ആമേൻ. ഇസ്രായേൽ നമ്മുടെ വാക്യം പറഞ്ഞോണം, പാമ്പുകളെയും തേളുകളെയും മോനെ കൊണ്ടത് പറയിപ്പിച്ചോണം കേട്ടോ. പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നോളാൻ പറ കേട്ടോ. ഓക്കെ സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എന്തോ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ആനി മാത്യു ആണ്. പറഞ്ഞു. ആനി മാത്യു. ഇതിനകത്ത് ഞാൻ നേരത്തെ വാട്സപ്പിനകത്ത് ഞാൻ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ സ്ട്രോക്ക് വന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ദിവസമുള്ള പ്രാർത്ഥനയുടെ ഒരു ഇതുണ്ടല്ലോ, അതെനിക്കൊന്ന് അയച്ചു തരണമേ. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാക്കാം. ഞാനത് ഇന്നലെ അമ്മ കഴിഞ്ഞ ദിവസം മറന്നു പോയതാണ്. വിശ്വാസ പ്രഖ്യാപനത്തെ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം. അതിൻ്റെ അത് എടുത്തോ കേട്ടോ. എനിക്കൊന്ന് ഇട്ട് തന്നെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് ഞാൻ ഇപ്പം തന്നെ ഇട്ടേക്കാം കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇപ്പം തന്നെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം ഗ്രൂപ്പിലാണേ. പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ 1 മാസത്തോളമായി ഒരു പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു. അത് ഇതുവരെ മറുപടി ആയില്ല. അപ്പൊ ഞാൻ വീണ്ടും ഇടണോന്ന് അറിയാനായിട്ട്. എന്താ പ്രയർ റിക്വസ്റ്റ്? പറഞ്ഞു. 1 മാസം ബ്രദർ ഒരു പ്രാവശ്യം അവന് ദുബായിലേക്ക് പോവാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അപ്പൊ വെള്ളപ്പൊക്കം അതുപോലെ പ്രശ്നങ്ങളായി ഇപ്പൊ അവിടേക്ക് കടക്കാൻ പറ്റാത്ത സ്ഥിതിയില്ല. അതിനിടയിൽ അവന് സൗദി അറേബ്യയിലേക്ക് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. പക്ഷെ അവര് പറഞ്ഞ അവിടെ ആളുണ്ട്, ഞങ്ങളുടെ അറിയുന്ന ആളുണ്ടായി. അയാൾ പറയണ ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതെ നിന്നെ ഞാൻ അവിടെ എത്തിക്കാം. എന്നാൽ ഇന്റർവ്യൂ അവരുടെ കമ്പനിക്ക് വേണ്ടി എടുത്തു. പക്ഷെ 2 മാസമായിട്ട് ഇന്ന് വരെ അവരൊരു അറിയിപ്പും തന്നിട്ടില്ല ഞങ്ങൾ. അപ്പൊ അത് ഒത്തിരി നല്ലൊരു കാര്യമായിരുന്നു സൗദി അറേബ്യയിലേക്ക് അവന് പോകാനായിട്ട്. അപ്പൊ ഇതുവരെ അവർ 2 മാസമായിട്ട് ഭയങ്കര തടസ്സം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനു വേണ്ടി ഒരു റിക്വസ്റ്റ് ഇട്ടിരുന്നതാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവേ. കർത്താവ്, ഇപ്പോൾ തന്നെ ബ്ലോക്കായി കിടക്കുന്നവൻ്റെ ഭാവിയെ, ജോലിയെ, എല്ലാ നന്മകളെയും അടഞ്ഞു വച്ചിരിക്കുന്ന സകലവിധമായ തടസ്സത്തെ ഞങ്ങൾ ഇപ്പോൾ തന്നെ അതിനെ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മാസം തീരുന്നതിന് മുമ്പ് തന്നെ അടയാളത്തോടു കൂടെ പ്രിയമകൻ്റെ ജീവിതത്തിലെ നന്മയെ തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്ന് കേട്ടതുപോലെ അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതാണ്. കർത്താവെ, അനുഗ്രഹിച്ച് ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് അത്ഭുതമാക്കി മാറ്റാൻ നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിലേക്കട്ടെ. മറ്റാർക്കെങ്കിലും സാക്ഷ്യമുണ്ടോ? പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞ ഡിസേബിൾഡ് ആയുള്ള ആ കുഞ്ഞിന്റെ അമ്മച്ചിയാണ് വത്സമ്മ. എൻ്റെ 8 മാസമായിട്ട് ഞാൻ എൻ്റെ കാലിന്റെ ഉപ്പൂറ്റി ഒന്ന് താഴെ വീണ് പൊട്ടി
അത് 1.5 മാസത്തോളം അത് ബാൻഡേജൊക്കെ ഇട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കാലിൽ എടുത്തു. എനിക്ക് നടക്കാൻ മേലായിരുന്നു. ഞാൻ ഇങ്ങനെ വളരെ വിഷമിച്ച് ഓരോ ദിവസവും ഇങ്ങനെ കുഴമ്പ് പുരട്ടിയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രാർത്ഥനയ്ക്ക് കൂടുന്നതിന് മുമ്പേ ഇതങ്ങ് കൂടി. ഇനി ഞാൻ എന്തോ ചെയ്യും, ഈ കൊച്ചിനെ കൊണ്ട് എനിക്ക് പോകാനൊക്കുകയില്ല, ഇനിയും പോയി എക്സ്റേ എടുക്കണം എന്നൊക്കെ കൊണ്ട് ഞാൻ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ പ്രാർത്ഥന തുടങ്ങി 3 ആഴ്ചയായി കയറാൻ തുടങ്ങിയിട്ട്. കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കിപ്പോൾ അത് വിടുതലായി, പൂർണ്ണ വിടുതലായി. ഒരിടത്തും പോകേണ്ട, കുഴമ്പും വരട്ടേണ്ട, ആശുപത്രിയിലും പോകേണ്ട. എനിക്ക് വളരെ സന്തോഷമായി. അതുപോലെ തന്നെ ഞാൻ ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ ചുമന്ന റോസ് കർട്ടനുള്ള പിന്നെ ജനലിൻ്റെ അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴേ ഞാൻ അതിൻ്റെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ആ വസ്തു ഞങ്ങളുടെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു 10 സെന്റ് മേടിക്കണമെന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അത് അയൽപക്കത്ത് വേറൊരാളത് മേടിച്ചു. ഇപ്പം ഞങ്ങൾക്കൊന്ന് ഒരു 8 അടി അകലമേ ഉള്ളൂ. അത് അവൻ അവിടുന്ന് മണ്ണെടുത്ത് താഴ്ത്തി, ഒരാൾക്ക് താഴ്ചയില മണ്ണ് അവിടുന്ന് എടുത്തു. ഞങ്ങളുടെ വീടിനും ഞങ്ങളുടെ വസ്തുവിനും അതൊരു ഭീഷണി പോലെ ഇങ്ങനെ നിൽക്കുക. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഭാഷ. ഞങ്ങൾ അതിൽ എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളത് മേടിക്കാൻ ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മോളുടെ വിഷയത്തിന് വേണ്ടി ഭാഷക്കൊരു വാട്സപ്പ് മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ മോള് UT എഴുതാൻ ഒരുങ്ങിയിട്ടൊന്നും അത് ഒക്കുന്നില്ല, തടസ്സമായിട്ട് അത് കിടന്ന് ഭാരപ്പെടുക. അവൾക്ക് വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ വിഷയമുണ്ട്. ദൈവം എനിക്ക് കാലിന് വേദന മാറ്റി തന്നു. അതൊരു ആമേൻ. നന്ദി കർത്താവേ. ഇന്ന് പ്രിയ ആൻറ്റി പറഞ്ഞോളെ തന്നെ കാലിൽ പൊട്ടി ബുദ്ധിമുട്ടായിരുന്നു. 3 മാസമായിട്ട് അസ്വസ്ഥതയായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാനും പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ കർത്താവ് ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലും പോകാതെ, കുഴമ്പിടാതെ, ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവ് തൊട്ട് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. ആ പ്രിയ കർത്താവെ പറഞ്ഞ പോലെ സകല വിഷയങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ അത്ഭുതമാക്കി മാറ്റൊരു നന്ദി. ഈ സാക്ഷ്യം ലഭിച്ചപ്പോൾ തന്നെ കർത്താവെ മറ്റു വിഷയങ്ങളും സാക്ഷ്യമാക്കി സ്വർഗം അത് മാറ്റിയൊരു നന്ദി. എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തിയത് തൊട്ടതെല്ലാം അനുഗ്രഹവും അത്ഭുതമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും ഉണ്ടോ സാക്ഷ്യം? മറ്റാർക്കും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലൈവിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലും ഒക്കെ എന്നെ കാണുന്നതോട് ഞാൻ പറയുന്നു, ഈ വചനങ്ങൾ ഏറ്റെടുക്കുക, കൂട്ടായ്മ ആചരിക്കുക. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു കൂട്ടായ്മ ആചരിക്കണം. നിങ്ങൾ പറയും ബ്രദറെ ഞാൻ എല്ലാ ദിവസവും വചനം കേൾക്കുന്നതാണ്. പക്ഷെ എല്ലാ ദിവസവും വചനം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും നാം ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥകൾ മാറും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കേട്ടതുപോലെ സാക്ഷ്യങ്ങൾ ഉണ്ടായി വരും. ആ സാക്ഷ്യങ്ങൾ ഉണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂട്ടായ്മയിലും വചനത്തിലും വചന വ്യാഖ്യാന ധ്യാനങ്ങളിലും അതിൽ ചേരുക, പങ്കുചേരുക, ബലപ്പെടുക. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കുവാൻ ഇടയായിത്തീരും. ലീന സഹോദരി ഗ്രൂപ്പിൽ കയറാൻ വേണ്ടി എന്താണ് ലിങ്ക് ചോദിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും സഹോദരിക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ പ്രെയറിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. സഹോദരൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ എല്ലാവർക്കും എവരി വണ്ണായിട്ട് ഞാൻ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ് സിസ്റ്റർ, ആ ഗ്രൂപ്പിൽ പങ്കുചേരുക. നമ്മുടെ പ്രെയർ ഗ്രൂപ്പാണ്. ഒരു സെക്കൻഡ്. മറ്റാർക്കും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ എന്തോ ബ്രദറെ പറഞ്ഞു. ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞു. യൂട്യൂബിൽ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. എനിക്ക് പ്രാർത്ഥന കേൾക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഭവനത്തിലില്ല. എന്നാലും ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ എൻ്റെ മകന്റെ പേര് വെളിപ്പെടുത്തിയായിരുന്നു. അത് ഞാൻ വാട്സപ്പിൽ അയച്ചായിരുന്നു. അത് ഈ സൂം മീറ്റിങ്ങിൽ ബ്രദർ കേൾപ്പിക്കുകയും ചെയ്തായിരുന്നു. റൂബിൻ എന്ന പേരിൽ എൻ്റെ മകനെ തൊടുന്നതായിട്ട് പറഞ്ഞായിരുന്നു. അതെനിക്കൊരു സാക്ഷ്യമായിരുന്നു. അത് ബ്രദർ ഇങ്ങനെ സൂമിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ യൂട്യൂബിൽ കേട്ട് തന്നെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലാണെങ്കിലും ഇത്രത്തോളം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം വന്നു. പ്രാർത്ഥന കേട്ടാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയും.
ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അദ്ദേഹം പ്രാർത്ഥന കേട്ടാലും ഒന്നും മിണ്ടുന്നില്ല, പിന്നെ മദ്യപിക്കുന്നില്ല ഒരാഴ്ചയായിട്ട്. പിന്നെ എനിക്ക് എല്ലാ മാസവും പീരീഡ്സ് ആകുമ്പോൾ 3 ദിവസം ഞാൻ വളരെ അവശതയിൽ കിടപ്പാണ്. ഒന്നും വീട്ടിലെ ജോലി ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കരയ്ക്ക് താഴോട്ടങ്ങ് തളർച്ചയാണ്, വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് ആയിരുന്നു. എന്നാൽ ഈ മാസം എനിക്ക് അങ്ങനത്തെ ഒറ്റ പ്രോബ്ലംസും ഇല്ലായിരുന്നു. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റി. ആ സമയത്ത് തന്നെ മോന് വേണ്ടി കോളേജ് തുറക്കുന്നതിന് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറ്റി. അതൊക്കെ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അത് കൂടാതെ എനിക്കൊരു ഞാൻ ബ്രദറിനെ എൻ്റെ മകൻ്റെ ജോലിയുടെ വിഷയവുമായിട്ട് പിന്നെ ഒരു വാട്സപ്പിൽ റിക്വസ്റ്റ് അയച്ചായിരുന്നു. അതിലുപരിയായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രേരണ, എൻ്റെ മകൻ UK-യിലാണ്. അവന് ദൈവത്തിൻ്റെ ഒരു ദൂതൻ ബ്രദറിൻ്റെ അടുത്ത് എത്തിക്കണമെന്നൊരു പ്രാർത്ഥനാ പ്രേരണ എനിക്കുണ്ട്. ആ പ്രാർത്ഥന എനിക്ക് സംഭവിക്കണം. അതിനുവേണ്ടി ബ്രദറിന് പ്രത്യേകമായി പ്രാർത്ഥന അപേക്ഷിക്കണം. തീർച്ചയായിട്ടും സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവം പ്രിയ സിസ്റ്ററുടെ മോൻ്റെ പേര് വെളിപ്പെടുത്തി. പക്ഷേ സിസ്റ്റർ യൂട്യൂബിൽ വെച്ചാണ് കേൾക്കുന്നത്. അത് വെളിപ്പെടുത്തി ഞാൻ പലപ്പോഴും പലരും ചിന്തിക്കും ബ്രദർ അവിടെ ഇരുന്നിട്ട് കുറേ പേര് പറയുന്നു, കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ചുമ്മാ വിളിച്ച് പറയല്ല, അതിൻ്റെ റിസൾട്ടുകളും കൂടെ ആൾക്കാർ ഇന്നാൾ നമ്മൾ കേട്ടു. ഒരു കാര്യം വെളിപ്പെടുത്തി, ദൈവാത്മാവ് അത് വെളിപ്പെടുത്തുക മാത്രമല്ല, ആ വെളിപ്പെടുത്തിയ വ്യക്തിയെ ആ നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വലിയൊരു സാക്ഷ്യവും കൂടെ ആ കുടുംബത്തിലുണ്ടായി. അപ്പോൾ നമുക്കൊരു കാര്യം വെറുതെ പറയുമല്ല. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് പ്രാർത്ഥന ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ദൈവാത്മാവിൻ്റെ പേര് വെളിപ്പെടുത്തി ആ കുടുംബത്തെ കർത്താവ് തൊടുവാന്ന് പറഞ്ഞു. അതിനുശേഷം മുതലാണ് ഈ വ്യത്യാസങ്ങൾ കുടുംബത്തെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഒന്ന് മനസ്സിലായി, കർത്താവ് ചിലത് വെളിപ്പെടുത്തുമ്പോൾ നമ്മളെ ദൈവം ലൊക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ ദൈവം നിങ്ങളെ തൊടുവാണ്, അതിൻ്റെ റിസൾട്ടുകളും ഉണ്ടാവും. അപ്പോൾ ഒരു പേര് വെളിപ്പെടുത്തുമ്പോൾ, ഒരു സാഹചര്യം വെളിപ്പെടുത്തുമ്പോൾ, നിങ്ങളുടെ പല കാര്യങ്ങളും ദൈവാത്മ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളെ ദൈവം തൊടുവാണ്. ചുമ്മാ വെളിപ്പെടുത്തുവല്ലത്, നിങ്ങളെ വ്യക്തിപരമായി കർത്താവ് സ്പർശിക്കുവാണ്, നിങ്ങളുടെ കുടുംബത്തെ സ്പർശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് അത് ചെയ്യുമല്ലോ. മകനുമായിട്ട് കണക്ട് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു കിടന്ന് കർത്താവെ വലിയ സാക്ഷ്യങ്ങൾ നിറയ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്തോ സാക്ഷ്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ എന്തോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. ഒരു സെക്കൻഡ് സിസ്റ്റർ, മ്യൂട്ടായി പോയ ഒരു സെക്കൻഡ്. ഒരുമിച്ച് നിങ്ങൾ പറഞ്ഞു സിസ്റ്ററെ. ഞാനിപ്പോൾ സിസ്റ്ററെ മ്യൂട്ടായി പോയത്, സോ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്തേ. പറഞ്ഞു പറഞ്ഞു എനിക്ക് ഒന്നാ പറഞ്ഞു തുടങ്ങിയ പറഞ്ഞു. ബ്രദറെ, ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്ന കർത്താവിനോട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും പേര്. എന്റെ കർത്താവദാസം പറയുന്നുണ്ട്, എന്റെ ഒരു പേരൊന്ന് കേൾക്കുന്ന, എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറയുന്ന അദ്ദേഹത്തിനൊന്ന് അത്ഭുതമായിട്ടൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണേ കർത്താവേ എന്ന് പറയും. പ്രാർത്ഥനയിലും ഇല്ലെങ്കിലും എന്ന് ഒരു 9 മണിക്ക് മുമ്പേ ഇന്ന് വരെ എനിക്ക് കയറാതിരിക്കാൻ എന്റെ കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല. എല്ലാം അതിന്റെ ബലത്തിലാണ് ഞാൻ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഒരുപാട് വചനം, ഇത്രയും ഞാൻ പറയുന്നത് പോലെ വചനം ആരും പറയുന്നില്ല. പക്ഷെ 2 ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര ഭാരമെന്ന് പറഞ്ഞ ബ്രദറെ ഒന്നിനും നമുക്ക് ഒക്കുന്നില്ല. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ പോലും ഒക്കുന്നില്ല. ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴത്തെ എന്റെ കൂടെ പറയാ, നീ എന്തെങ്കിലും ചെയ്താൽ എങ്ങനെയായാലും ശരി 2-3 ദിവസം കഴിയുമ്പോൾ ബ്രദറൊക്കെ സൂമിൽ നമ്മൾ കേറുന്നില്ലെങ്കിൽ തിരക്കൂന്ന് പോലും വേണ്ടാത്തൊക്കെ പിശാച് കൊണ്ടുവന്ന് പിന്നെ പിശാചിനെ ഓടിച്ചൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഞാൻ പിന്നെ ഒരു എന്നും അങ്ങ് പ്രാർത്ഥന വിഷയമല്ലാതെ പറയാനൊക്കൊന്നുമില്ല. പഠിപ്പിച്ചു തന്ന വചനങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്ന പിന്നെയും പറയുന്ന തെറ്റുവാണ്. എങ്കിലും നമുക്ക് പറയാം ബ്രദറെ,
സാഹചര്യം ഒട്ടും അനുകൂലമാക്കുന്നില്ല. കർത്താവ് എന്താണെങ്കിലും എന്റെ മേല് മാത്രമേ ഒന്ന് ആർക്കെന്ന് പോകുന്നെന്ന് എനിക്ക് അത്ഭുതം വരുത്താൻ വേണ്ടി കർത്താവ് ദാസനോട് കൂടി ഞാൻ അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രിയ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസം വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോവാണ്. കടഭാരത്തിൻ്റെയും സാഹചര്യങ്ങളുടെ ഞെരുക്കത്തിൻ്റെ വലിയൊരു അവസ്ഥയുടെ കടന്നു പോവാണ്. ഒരുമിച്ച് ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. എനിക്കറിയാം ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമെന്ന് എനിക്കറിയാം. കർത്താവ് നമുക്ക് ഒരുമിച്ച് ഞങ്ങളൊന്ന് അനുഗ്രഹിക്കുന്ന അപ്പോൾ ഇന്നു മുതൽ, ഇപ്പോൾ ഈ നിമിഷം മുതൽ എൻ്റെ കർത്താവെ ഞങ്ങൾ കൽപ്പിക്കുന്ന യേശുവേ, കർത്താവ് ഇന്നു മുതൽ വഴി തുറന്ന്, ഞങ്ങൾ അടഞ്ഞ സകല വഴികളെ തുറന്ന് പുതുവഴികളും കൂടെ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ സഹോദര കുടുംബത്തെ തുറന്നു വരട്ടെ. ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. അപ്പോൾ കണ്ണുനീര് നീങ്ങി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തെന്ന് പറയുവാണ് നാവിൻ്റെ മേൽ സാക്ഷ്യത്തെ കൽപ്പിക്കുന്ന യേശുവേ, അങ്ങയുടെ നാമം പ്രതി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങ് അത്ഭുതമാക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാന് നമ്മുടെ ഗീത സിസ്റ്റർ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയുകയാണ്. ഗീത സിസ്റ്റർ പറഞ്ഞ ഗീത സിസ്റ്റർ മാത്രമേ അനുഗ്രഹിക്കാത്തുള്ളൂ, ബാക്കിയുള്ളവരെ ആരെയും അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ദയവേ. കാര്യം അതുപോലെ നമ്മൾ ചിന്തിച്ചാൽ പോലെ അത് നമ്മൾ നാവുകൊണ്ട് പറയും. കാര്യം എനിക്കതുപോലെ പലപ്പോഴും തോന്നാറുണ്ട്. കാര്യം ഇപ്പോഴല്ല, പലപ്പോഴും ഉദാഹരണത്തിന് ഞാൻ സർക്കാർ ജോലിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പഠിച്ചവരൊക്കെ സർക്കാർ ജോലി കിട്ടിയപ്പോൾ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു സർക്കാർ ജോലി കിട്ടണം ആ സമയത്ത്. കാര്യം പ്രൈവറ്റ് ജോബിൽ അത്രമാത്രം ശമ്പളം ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു, തിരിഞ്ഞു നോക്കിയ സമയത്ത് എനിക്ക് പ്രൈവറ്റ് ജോബിൽ തന്നെ തുറന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എത്താമായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങനെ എത്തിപ്പോയില്ലേ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്തെങ്കിലും നമുക്ക് ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചാണ് ഈ ചിന്ത വരുന്നത്. അതേസമയം എനിക്ക് കടത്തി വെട്ടുന്ന ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വരും. അത് പക്ഷെ അത് ഏറ്റവും അനുഗ്രഹീതമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. കാര്യം വേറൊന്നുമല്ല, അവർക്കാർക്ക് യേശുവില്ല. യേശു ഉള്ളത് എനിക്കാണ്. എന്റെ കർത്താവായ യേശു ക്രിസ്തു എന്നെ തൊട്ടു. അപ്പൊ എനിക്ക് പലപ്പോഴും ചിന്ത ചെയ്യുന്നത്, എന്റെ മറ്റു പലരും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ പഠിച്ചവരും എനിക്ക് ചാൻസ് ഉണ്ടായിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം തള്ളി കളഞ്ഞുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തോന്നുന്നു എനിക്ക് തോന്നുന്നു യോഗം കർത്താവായ യേശു ക്രിസ്തു ലോകരാജ്യങ്ങളുടെ വാതിലുകൾ എനിക്കായിട്ട് സുവിശേഷം എനിക്കായി തുറന്നിട്ടിരിക്കുക. ഞാൻ സ്വയം അത് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. നമ്മുടെ ഉള്ളിൽ നിരാശ തോന്നുമ്പോൾ നാവ് കൊണ്ട് അത് പറയരുത് എന്നുള്ളതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാര്യം നാവ് ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലോകം നമുക്ക് ഇല്ലെങ്കിലും യേശുവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. യേശുവിനെ നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള എല്ലാം വരും. ഇതൊരു ചിന്ത നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നിരാശ വരുമ്പോൾ യേശു എന്നുള്ള ചിന്ത, യേശു എനിക്കുണ്ടല്ലോ എന്ന് വെച്ച് കരുതിയാൽ മതി. കൂടെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വരും. കർത്താവായ യേശു ക്രിസ്തു സഹോദരിയെയും കുടുംബത്തെയും അതുപോലെ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് സകല സാഹചര്യങ്ങളെ മാറ്റുവാൻ ശക്തനാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്കറിയാം നിരാശ നമുക്ക് വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേൾക്കുന്ന വചനം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് ദൈവം ഒരു സമയവും അറുതിയും വെച്ചിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ് കർത്താവ്. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ എന്തോ ബ്രദറെ, പറഞ്ഞു. ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് അബുദാബിയിലാണ്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് 2-3 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു വിരളിൽ ഒരു സിസ്റ്റ് പോലെ വളർന്നു, നല്ല പഴുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. വീണ്ടും വരും എന്നും പറഞ്ഞു. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നതാണ്, ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ വീണ്ടും വന്നു. അപ്പം ഞാൻ ഇങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ വെറുതെ ഇങ്ങനെ വിരളിൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് വിരലുകൊണ്ട് തൊട്ടുകൊണ്ടിരുന്നു. അപ്പൊ അത് കരിഞ്ഞിങ്ങി കയ്യിൽ വന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചത് ഹോസ്പിറ്റലിൽ പോവാതെ ഓപ്പറേഷൻ ചെയ്യാതെയും അത് മാറിക്കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ യേശുപ്പച്ചന്റെ അടുത്ത് പ്രാർത്ഥിച്ചത് വചനം പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ പുള്ളിക്ക് വിശ്വാസമില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലും വിശ്വാസം ഇല്ലാത്ത ആളാണ്. പക്ഷേ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു അത്ഭുതം ഉണ്ടായി, ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ എന്റെ ആ സിസ്റ്റ് ഉണങ്ങി എന്റെ കയ്യിൽ ഇങ്ങി വന്നു, ഞാൻ വിരലിട്ടൊന്ന് തൊട്ടപ്പോ ഇങ്ങി വന്നു എന്ന് പറഞ്ഞു.
ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. പ്രിയ സിസ്റ്റർ വിശ്വസിച്ചു, ഓപ്പറേഷൻ കൂടാതെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ അത് സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ ആ മകൻ പറയാനിടയായി തീർന്നു. അതിൻ്റെ കയ്യിലോട്ട് തന്നെ അടർന്ന് വീണ് വരുവാൻ ഇടയായി തീർന്ന് വരുവാൻ, പറയുവാനും കേൾക്കുവാനും കർത്താവ് ഇടയാക്കി. പുള്ളിക്ക് വിശ്വാസത്തിൽ വരാനും കൂടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ, ഈ ഒരു സാക്ഷ്യം അതിന് മുഖാന്തരമാകട്ടെ, ഈ ഒരു ദൈവിക സ്പർശനം അതിൻ്റെ ഒരു അടയാളമാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് അത് കൂട്ടി വരുത്തുവാൻ ശക്തനാണ്. ഒരു കാര്യം കൂടി പറയാണ്ട്, എനിക്ക് ട്വിൻസ് ആണ് മക്കൾ. അതിൽ രണ്ടാമത്തെ ആളാണെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് അവർക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. 6th ആയപ്പോ അവള് 2 മാസം പോവാതിരുന്നു. സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. മരുന്നൊക്കെ കഴിച്ച് സൈക്യാട്രി ഡോക്ടറെ കാണിച്ച് ഇപ്പൊ മെഡിസിൻ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വീണ്ടും ഇപ്പൊ 8th സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കരച്ചിലാണ്, ഒരു പേടിയാണ് അവർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി. എന്ന് രാത്രി കരയും, സ്കൂളിൽ പോകുന്നില്ല അങ്ങനെ കരയും, സ്കൂളിലെ അന്തരീക്ഷം എനിക്ക് പറ്റണില്ല. അപ്പൊ ഞങ്ങളത് ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങള്. മെഡിസിൻ എടുക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ വരാതെ മോളതൊന്ന് വിടുവിക്കാൻ ബ്രദർ ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിച്ചാക്കുന്നു. കർത്താവിന് മേലാൽ ഒരു മെഡിസിനും വേണ്ട എന്ന് പ്രിയ സിസ്റ്റർ വിശ്വസിച്ച് ഒരു സാക്ഷ്യം കണ്ടതുപോലെ ആ സാക്ഷ്യത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിൻ്റെ മേൽ അത്ഭുതം ഉണ്ടാകട്ടെ. സിസ്റ്ററെ, നമ്മുടെ ആ കുഞ്ഞ് തലമുറയ്ക്ക് വേണ്ടിയുള്ള വചനം ഉണ്ടല്ലോ, അത് ഇന്ന് മുതൽ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ മാറ്റം കുഞ്ഞിൻ്റെ മേൽ കാണും. അത്ഭുത സാക്ഷ്യമായ മകളെ കർത്താവ് തീർക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആ വാക്യം പറഞ്ഞ് ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കണം കേട്ടോ. ബ്രദറെ, ഒരു ഞാൻ പറയാൻ വിട്ടുപോയി, അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോ. ബ്രദറെ, കഴിഞ്ഞ മാസം എനിക്കൊരു 75,000 രൂപയുടെ പലിശക്കടം കൂടെ ദൈവം മാറ്റി തന്നായിരുന്നു. പെട്ടെന്ന് വെപ്രാളത്തിൽ പറഞ്ഞപ്പോൾ അതങ്ങ് വിട്ടുപോയതാണ്. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും നമുക്കറിയാം കടഭാരത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എനിക്കറിയാം, ഭാരം എന്ന് പറഞ്ഞാൽ ഏത് വിഷയം, അത് ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഭാരമെല്ലാം ഒരേപോലെയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, വിളിച്ച് പറഞ്ഞോണം, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ വായ്പ വാങ്ങത്തില്ല. അപ്പം തന്നെ എനിക്ക് സാഹചര്യം ചിലപ്പോൾ വായ്പ വാങ്ങുന്നതായിരിക്കും, പക്ഷെ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ഇല്ല, ഞാൻ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ കൊടുത്ത സാക്ഷ്യത്തിന് നന്ദി, ഇനി കൊടുക്കുവാനുള്ള സമൃദ്ധിക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും. പറഞ്ഞു സിസ്റ്ററെ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാന് ഒരാഴ്ചയായുള്ള സൂം മീറ്റിങ്ങിൽ പ്രാർത്ഥനയ്ക്ക് കയറിയിട്ട് യൂട്യൂബിലായിരുന്നു ഞാൻ പ്രാർത്ഥന കേട്ടോണ്ടിരുന്നത്. എനിക്ക് ഒരു 10 വർഷത്തിന് മേളിലായി അൾസറിന്റെ അസുഖമായിരുന്നു. ഭയങ്കര എരിച്ചില്, തൊണ്ട മുതൽ എൻ്റെ നാഭി വരെ എരിച്ചിലായിരുന്നു. അപ്പം ഒരുമാതിരിപ്പെട്ട ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രാർത്ഥനയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. വയറ്റത്തും എൻ്റെ തൊണ്ടയിലും എല്ലാം ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പം അങ്ങനെ എരിയൊക്കെ കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കഴിക്കാൻ മേലാത്ത ആഹാരങ്ങളൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങി. എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി. സൗഖ്യം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നലെ ഒരു റോണിന്റെ കാര്യം പറഞ്ഞല്ലോ ബ്രദർ. റോൺ എൻ്റെ കൊച്ചുമോനാ. തീർച്ചയായിട്ടും അത് ഏറ്റെടുത്തോണം. അതും രണ്ടും വലിയ സാക്ഷ്യമാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 10 വർഷമായിട്ടല്ലേ സിസ്റ്ററെ, 10 വർഷമായിട്ട് അൾസറിൻ്റെ രോഗത്താൽ പ്രിയ സിസ്റ്റർ ഭാരപ്പെടുന്ന. ആലോചിച്ച് നോക്കി, നിങ്ങൾ ഓർത്തോണം, ഈ കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അത്രയും കാലം ഒരു രോഗവുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും നമ്മൾ കേട്ടു. 20 വർഷമായിട്ട് പൈൽസിൻ്റെ ബുദ്ധിമുട്ട്, 10 വർഷമായിട്ട് അൾസറിൻ്റെ ബുദ്ധിമുട്ട്, എരിവ് ഒന്നും കഴിക്കാൻ മേല. എന്നാലോചിക്കുക, നമുക്ക് ആഹാരം കഴിക്കാൻ, ഷുഗർ, പ്രഷർ, എന്ത് രോഗമായിട്ട് നമ്മുടെ മുമ്പിൽ തരുന്ന ആഹാരം കഴിക്കാനാണ് യേശു ക്രൂശിൽ മരിച്ചത്, കഴിക്കാതിരിക്കാനല്ല, കഴിക്കാൻ വേണ്ടിയാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ദിവസം ഇപ്പം കർത്താവ് എനിക്ക് ആരോഗ്യം വേണം, യേശുവിൻ്റെ മുറിവിൽ എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ സ്വതന്ത്രത്തോടെ എല്ലാം ഭക്ഷിക്കും, എൻ്റെ റിസൾട്ടുകൾ ഞാൻ അത്ഭുതം കാണുമെന്ന് പറഞ്ഞ പോലെ തന്നെ ആ കഴിക്കാൻ വയ്യാത്ത നാലിച്ചു നോക്കി 10 വർഷമായിട്ട് കഴിക്കാൻ പറ്റാത്തത് കർത്താവ് തൊട്ടു, ഇപ്പം കഴിക്കാൻ തുടങ്ങി. നാലിച്ചു നോക്കി, യേശു തൊടും. യേശു അത്ഭുത മന്ത്രിയാണ്. കർത്താവിൻ്റെ മുറിവ് നിങ്ങളുടെ സൗഖ്യമാണ്. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സിസ്റ്ററെ. ആമേൻ. ഹലോ പാസ്റ്റർ. പറഞ്ഞു. ഹലോ. ഞാൻ വിളിക്കാൻ, എൻ്റെ പേര് ബോണി എന്നാണ്. പാസ്റ്ററിനോട്
പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം വന്നു, ഒരു സമാധാനം കിട്ടി. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് കരയായിരുന്നു വീട്ടിലിരുന്ന്. തീർച്ചയായിട്ടും ബ്രദർ, എനിക്ക് ഇപ്പൊ പറഞ്ഞ ബ്രദർ കേൾക്കുന്നുണ്ടോ എന്നെ? ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം ബ്രദറെ, ഞാൻ ആ മമ്മിയോട് പറഞ്ഞായിരുന്നു ഒരു വാക്യം, ലൂക്കോസ് ലീഗയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എപ്പോഴും പറയണം, അത് പറഞ്ഞുകൊണ്ടിരിക്കണം, ചുമ്മാ പറയരുത്, അത് പറയുന്നത് ശ്രദ്ധിച്ചോണം. എന്താണ് ഞാൻ പറയുന്നത്? ആ വാക്യം ഇങ്ങനെയാണ്: പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും, വെറുതെ പറയരുത്, തിരിച്ചറിവോടെ പറഞ്ഞാൽ മതി. പിന്നെ ഒരു ഭയത്തിനോ ഒരു നിരാശയ്ക്കോ തൊടാൻ കഴിയത്തില്ല. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ വചനം പ്രവേശിച്ചിട്ട് എവിടെയാണോ ഭയം, എവിടെയാണോ തടസ്സം, എവിടെയാണോ ബ്ലോക്ക്, ഈ വചനം അകത്ത്, നമ്മളൊരു ഗുളിക കഴിക്കുമ്പോൾ ആ ഗുളിക നമ്മുടെ അകത്ത് ചെന്നിട്ട് നമ്മുടെ വേദനകൾക്കൊരു ആശ്വാസം തരുന്ന നമുക്കറിയാമല്ലോ. അതേപോലെ വചനം അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ വിഷയങ്ങളെ ആ വചനം തൊടും. വചനം വാളാണ്, അത് വെട്ടിമാറ്റി നമുക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷം അവിടെ തുറക്കും കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ബ്രദറെ. കൂട്ടായ്മ ആചരിക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റാരുമില്ല അല്ലേ? മ്യൂട്ട്. ഓക്കെ, മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും കർത്താവിൽ ബലപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ, ശക്തിപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, കൂട്ടായ്മ ആചരിക്കുക. കർത്താവിൻ്റെ നിങ്ങൾ ചിലപ്പോൾ ബ്രദറെ ഞാൻ വാക്യമൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വചനം കേൾക്കുന്നുണ്ടെങ്കിലും വചന വ്യാഖ്യാനമാണ് എന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശ്രദ്ധിച്ചോണം, വചന വ്യാഖ്യാനം നമ്മൾ കറക്റ്റായിട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഡോറ് നമ്മുടെ മുമ്പിൽ തുറക്കുന്നത്. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വചനം കുറേ അറിയാം, പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഇത് തുറക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് സൗഖ്യം നടക്കുന്നതും അത്ഭുതം നടക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സ്പർശനം ഉണ്ടാകുന്നതിൻ്റെ കാര്യം ആ വചനം തുറക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കൂട്ടായ്മ ആചരിക്കുക, മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യൂട്യൂബിലെ കാണുന്നവർ രോഗമുള്ള ഭാഗത്തോട് നിങ്ങൾ ആ സമയത്ത് കൈവച്ചോണം. സൗഖ്യം നടന്നു കഴിഞ്ഞു. അത്ഭുത സാക്ഷ്യങ്ങളെ അറിയിക്കുക. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ